നമ്മുടെ ഭാരത സംസ്കൃതി, നമുക്ക് ക്ഷേത്രങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇത്രയൊക്കെ ക്ഷേത്രങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആളുകൾ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, തൊഴുതു പ്രാർത്ഥിക്കുന്നുണ്ട്, വഴിപാടുകൾ നടത്തുന്നുണ്ട്, അർച്ചനകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഒരു കാര്യം നമുക്ക് ഉത്തരം കിട്ടണം. ഇതൊക്കെ ഉണ്ടായിട്ടും മനുഷ്യ ജീവിതം, സാധാരണ മനുഷ്യ ജീവിതം പരിഭവങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞതാണ്. എന്തുകൊണ്ട് മനുഷ്യന് ഇത്രയൊക്കെ ഭക്തിയുണ്ട്, അമ്പലമുണ്ട്, ദൈവങ്ങളുണ്ട്? മനുഷ്യ ജീവിതത്തിൽ എന്താ മാറ്റങ്ങളൊന്നും ഇല്ലാത്തത്? ആളുകളൊക്കെ ഒരു പ്രതീക്ഷയാണ്, നാളെ എല്ലാം ഭഗവാൻ ശരിയാക്കി കൊടുക്കുന്നത്. ഇവിടെയാണ് നമുക്ക് ഭാഗവതമൊക്കെ പഠിക്കുന്നതിന്റെ ആവശ്യകത. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നോക്കൂ, നിങ്ങള് ജ്ഞാനം കൊണ്ട് മാത്രമേ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പറ്റൂ. ഗീതയില് 4-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകം അത് ഹിന്ദുക്കൾ പഠിക്കില്ല. വെറുതെ നമ്മൾ തൊഴുതുപോയി പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവത്തിന് നമ്മുടെ ഒരു പ്രശ്നത്തെയും ജീവിതത്തെയും മാറ്റം വരുത്താൻ പറ്റില്ല. ഹിന്ദുക്കൾ അങ്ങനെ ഒരു ധാരണയിലാണ് പലപ്പോഴും ഭക്തി കൊണ്ട് നടന്നിട്ടുള്ളത്. അപ്പൊ അവിടെയാണ് കൃഷ്ണനൊക്കെ പറയുന്ന കാര്യം പഠിക്കുക. അതാണ് നമ്മൾ കൃഷ്ണനെ ശരിക്കും നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരല്ല, നമ്മൾ കൃഷ്ണനെയൊക്കെ തൊഴുതു പോകുന്നവരാണ്. കൃഷ്ണൻ തന്നെ പറയുന്നത്, എന്നെ തൊഴുതു പോകുന്നവര് മൂഢന്മാരാണെന്നുള്ള വാക്കുകളൊക്കെ ഗീതയിൽ തന്നെ കാണാം. നിങ്ങൾക്ക് എന്നെ ആരാണോ വെറും തൊഴുതു പോകുന്ന ആളുകൾ, അവരെ കൃഷ്ണൻ അങ്ങോട്ട് അത്ര ആദരിച്ചിട്ടില്ല. 4-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും, നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ എന്നാണ്. ജീവിതത്തെ നിങ്ങൾക്ക് പവിത്രീകരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതത്തെ നിങ്ങൾക്ക് ധന്യമാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ജ്ഞാനമാണ് അതിനുള്ള ഒരു വഴി. ജ്ഞാനത്തിന് സദൃശം വേറൊന്ന് ഇല്ല. ഇവിടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ ഏത് ജ്ഞാനത്തെയാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? ഇതിനെ പറയുന്നതാണ് ആത്മജ്ഞാനം. അവനവനെ കുറിച്ചുള്ള അറിവ്, തന്നെ കുറിച്ചുള്ള അറിവ്. ഈ തന്നെ കുറിച്ചുള്ള പലതുമുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രയോജനപ്പെടും. അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. ഒരുപക്ഷെ നമ്മൾ അതിൽ ട്രെയിൻഡ് ആയിരുന്നെങ്കിൽ നമുക്കതൊക്കെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഫോട്ടോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും അതിനെ പ്രോപ്പറാക്കാനും നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു. നിങ്ങൾക്ക് തന്നെ വീഡിയോസ് ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ അത് എഡിറ്റ് ചെയ്യാനും നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാനും സാധിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് പലതിനെ കുറിച്ചും അറിവില്ലാത്തത് കൊണ്ട് ഇത് തൊട്ടാൽ അപകടം വിചാരിച്ച് ആ ഭാഗമൊന്നും തൊടുന്നില്ല. എന്തെങ്കിലും ഫോണിന് പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ച് ആണോ? പറയൂ. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഈ സാധ്യതകളെ ഉണർത്തുക, ഈ സാധ്യതകളെ നമുക്ക് പ്രയോജനമുള്ളതാക്കുക, അതാണ് ഭാഗവതത്തിന്റെ കഥകളുടെ ലക്ഷ്യം. നമ്മളിവിടെ കാണുന്നത് ഭാഗവതത്തിലെ പൃഥുചരിതം എന്ന 4-ാം സ്കന്ധത്തിലൊരു ഭാഗം. ഈ പൃഥുവിന്റെ കാലഘട്ടത്തിൽ, ഭാരതം ഭരിക്കുന്ന കാലത്ത് ഭയങ്കര ഡ്രൗട്ട്, വരൾച്ച വന്നതാണ്. ഭൂമിയിൽ വെള്ളമില്ലാത്ത, മഴയില്ലാത്തൊരു കാലമായിരുന്നു. ആരുടെ സമയം? പൃഥുവിന്റെ കാലം. ഓഫ് കോഴ്സ് ജനങ്ങൾക്ക് പട്ടിണിയാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ പൃഥു ആ ഒരു പട്ടിണിയിലിരുന്ന് കരയല്ല. അദ്ദേഹം ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ്. ഭൂമിയോട് യുദ്ധം ചെയ്യുന്ന പൃഥുവിനെ ഭാഗവതത്തിൽ കാണും. ഭൂമിയോട് യുദ്ധം ചെയ്യുക. ഇപ്പൊ എന്താ ഈ ഭൂമിയോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ അതിന്റെ അർത്ഥം എടുക്കേണ്ടത് ഭൂമിയിൽ എങ്ങനെ ഈ ഡ്രൗട്ടുള്ള സമയത്തും കൃഷി ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനുള്ള ഉപായങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഇവിടെ ഒരു സയന്റിസ്റ്റ് വന്നിരുന്നല്ലോ, അവര് പറയണ്ടായി കൃത്രിമമായി മഴ പെയ്യിക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ അതിലാണ് റിസർച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ സയൻസ് അതാണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. അവര് ദുബായിലൊക്കെ പോയി ആദരവ് മേടിച്ചിട്ടുള്ള ഒരു ലേഡിയാണ് അവര്. അപ്പോ പൃഥുവിന്റെ കാലത്തും ഈ മഴയില്ലാത്തൊരു പ്രശ്നം ഭൂമിയിലുണ്ടായിരുന്നു. ഈ കൃത്രിമമായി മഴ പെയ്ച്ച് ഇവിടെ കൃഷി ചെയ്യാൻ അതെങ്ങനെ സാധിക്കും? ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തിയ, അല്ലെങ്കിൽ
പണിയെടുത്ത ഒരാളായിരുന്നു. മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് മഴ പെയ്യുക. നിങ്ങൾക്കറിയാം, സംഗീതത്തിൽ തന്നെ അമൃതവർഷിണി പറയുന്ന രാഗങ്ങൾ കൊണ്ട് മഴ പെയ്യിച്ചുള്ള കാലം ഉണ്ടായിരുന്നു. അപ്പം അന്തരീക്ഷവും മനുഷ്യന്റെ മനസ്സും തമ്മിലുള്ളൊരു ബന്ധം. ഇവിടെ ഈ ഭൂമിയിൽ ഒരു വളരെ ഓർഗനൈസ്ഡ് വേല് ഒരു രാജ്യം കൊണ്ടു നടന്ന ചക്രവർത്തിയായിരുന്നു പൃഥു മഹാരാജാവ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഈ ഭാഗവതത്തില് 4-ാം സ്കന്ധം എടുത്തു നോക്കിയാൽ നമുക്ക് പൃഥു മഹാരാജാവിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ഡെവലപ്മെന്റ് ഭാഗവതത്തില് ഇത് വരുന്നത് 18-ാമത് അധ്യായത്തില് 31-ാം ശ്ലോകം എടുത്ത് നോക്കിയാൽ കാണാം. 18-31 ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഗ്രാമാൻ പുര പത്തനാനി ദുർഗാണി വിവിധാനി ഘോഷാൻ വ്രജാൻ സശിബിരാൻ ആകാരാൻ ഗേടഗർവടാൻ എന്നൊരു ശ്ലോകം നിങ്ങൾക്ക് കാണാം. കണ്ടു? ഇത് നോക്കണം നിങ്ങൾ. എത്ര വർഷം മുമ്പ് എഴുതി കൃതിയാണത്? കാലം നോക്കുക നിങ്ങൾ. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഗ്രാമം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ. പുരം എന്ന് പറഞ്ഞാൽ താമസിക്കാനുള്ള ഇടങ്ങൾ, അക്കോമഡേറ്റ് ആളുകൾക്ക് താമസിക്കാൻ. പത്തനങ്ങൾ എന്ന് വെച്ചാൽ സ്റ്റോറേജുകൾ. ദുർഗാണി മിലിറ്ററി ഓപ്പറേഷൻസ്, അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുക. വിവിധാനി ഘോഷം എന്ന് പറഞ്ഞാൽ ഒരു നാടിന് വേണ്ടുന്ന ആർട്ടിസൻ കാര്യങ്ങൾ, കൊത്തുപണിക്കാര്, കൽപ്പണിക്കാര്, സ്വർണ്ണപ്പണിക്കാര്. ഇങ്ങനെ വ്രജാൻ, ശിബിരാൻ, ആകാരാൻ, ഗേടകർവടാൻ എന്ന് പറഞ്ഞാൽ ഈ അസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നവര് തുടങ്ങിയിട്ടുള്ളവർ. അതായത് എല്ലാറ്റിനും ഒരു ഓർഗനൈസ്ഡ് വേല്, അവരവർക്ക് അവരുടെ തൊഴിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കിയ ആളായിരുന്നു പൃഥു മഹാരാജ്. ഇതിന് നമ്മൾ പഞ്ചവത്സര പദ്ധതി എന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ ഒരു ഓർഗനൈസ്ഡ് വേലാക്കി. ഇത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അതായത് ഒരു രാജ്യം ഭരിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടുന്നതും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടതൊക്കെ ഭാവനയിൽ കണ്ട് അതിനനുസരിച്ച് തൻ്റെ രാജ്യത്തെ തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വമാണ് ഒരു ഉത്തമ ഭരണാധികാരിക്ക്. ഇപ്പം ഇവിടെ നോക്കൂ, ഭക്ഷണം, കൃഷി എന്ന് പറയുന്നത് ഒന്നിച്ച് കൃഷി ചെയ്ത് അത് ഒരു സമയത്ത്, ഇപ്പം നെല്ലാണെങ്കിൽ നമുക്കറിയാം 2 സീസണിലാണ് നമുക്ക് നെല്ല് കൊയ്യാൻ പറ്റും. ഒന്നിപ്പോൾ ഏപ്രിൽ മാസം ആകുമ്പോൾ വിതയ്ക്കും, അത് കഴിഞ്ഞ് സെപ്റ്റംബറിലാകുമ്പോൾ ഞാറ് നട്ട് കൃഷി ചെയ്യുന്ന പഴയൊരു കാലഘട്ടം ഉണ്ടായി. ഓൾമോസ്റ്റ് കേരളത്തിലെല്ലാവരും ഹാർവസ്റ്റിംഗ് ഒരേ സീസണിലായിരിക്കും. ആണോ? ഈ സമയത്ത് ഒരുപാട് നെല്ല് ഡംപ് ചെയ്ത് വരും. ഈ സമയത്ത് കർഷകർക്ക് ഇത് മുഴുവൻ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഗവൺമെന്റ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അതിലൊക്കെ അനാസ്ഥ കാരണം അതൊക്കെ മഴ പെയ്ത് കേടുവരുന്നൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കാറുണ്ടാവും, ഉണ്ടോ ഇല്ലയോ? ഓർഗനൈസ്ഡ് വേയിൽ അല്ലാത്തതുകൊണ്ട് കേട്ടില്ലേ നിങ്ങൾ? റോട്ടിൽ കടന്ന് മഴ പെയ്ത് കേടുവരുന്നതും, തക്കാളി കുറേ ഉൽപ്പാദിപ്പിച്ച് ആരും വാങ്ങിക്കാനില്ലാതെ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യം. സത്യത്തിൽ ഒരു ഗവൺമെന്റിനൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കൂ, കേരളക്കാരുടെ ഭക്ഷണ രീതി എന്താണ്? കേരളത്തിൽ എന്താണ്? ഈ സാധനം മറ്റുള്ളവർക്ക് ഒന്നിച്ച് ഉൽപ്പാദിപ്പിക്കുന്നത് സീസണിലാണ് വരിക. ഇതിനെ സ്റ്റോർ ചെയ്ത് ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പിളൊന്നും ഈ സീസണിന്റെ ആപ്പിളല്ല. ഇതെല്ലാം ഒരു സീസൺ കഴിഞ്ഞ് സ്റ്റോറേജിൽ പോയി അവിടുന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ്. ആണോ അല്ലയോ? ഇപ്പൊ അത്തരം സംവിധാനങ്ങളൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ഇതൊക്കെ ഇന്നും കേരളത്തിൽ ഇഫക്റ്റീവ് അല്ല എന്ന് പറയാണ്. എന്തിനേറെ പറയണോ നോക്കൂ, ഒരു മഴ പെയ്താൽ പോലും വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാരണം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടല്ലത്. ഈ വെള്ളത്തിന് പോവേണ്ടുന്ന വഴികളെക്കുറിച്ചും ഇതെങ്ങനെ കടലിലേക്ക് എത്തിക്കണം എന്നതിനെക്കുറിച്ചും ഒരു വ്യക്തമായ പ്ലാനുകൾ ഇല്ലാതെ പോയതുകൊണ്ട് ഈ പോവേണ്ട വഴികളൊക്കെ വീട് കെട്ടി മറ്റു കെട്ടി അടച്ച് കൂട്ടി എല്ലാം ഈ വെള്ളം പിന്നെ ഇവിടെ പോവും. എന്നിട്ട് വെള്ളപ്പൊക്കം എന്നൊരു പേരും. വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് ഇത് വെള്ളപ്പൊക്കം മനുഷ്യൻ ഉണ്ടാക്കിയ സാധനമാണ്. കാരണം വെള്ളം അതിൻ്റെതായിട്ടുള്ള
വഴികളിലൂടെ പണ്ടൊക്കെ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടു കാണും എത്രത്തോളം തോടുകൾ ഉണ്ടായിരുന്നു. നിങ്ങളാരും കണ്ടിട്ടില്ലേ തോടുകൾ? കണ്ടിട്ടുണ്ടോ തോടുകൾ? ധാരാളം. ഇന്നിപ്പോ തോടുകൾ അത്രയുണ്ടോ? പറയൂ. ഇല്ല. വെള്ളത്തിന് പോവാൻ വഴിയില്ല. അപ്പൊ നോക്കൂ, ഇന്നിപ്പോ വീടുകൾ കൂടിക്കൂടി വന്നു, പാടങ്ങളൊക്കെ എല്ലാവരും മതിൽ കെട്ടി. ഈ വെള്ളം പിന്നെ എവിടെ പോവും? റോട്ടിലേക്കല്ലാതെ പിന്നെ എവിടെ വരിക? പറയുന്നേ. ഇപ്പൊ റോട്ടിൽ പെയ്യുന്ന ഈ വെള്ളത്തിനെ എങ്ങനെ എത്തിക്കണം എന്നൊക്കെയുള്ളൊരു ഓർഗനൈസ്ഡ് വേയില് ഒരു സംസ്ഥാനം കൊണ്ടു നടക്കാൻ ഇപ്പോഴും ഭരണാധികാരികൾക്ക് പറയൂ നിങ്ങൾ സാധിച്ചിട്ടില്ലേ? ഇന്നിവിടെ സമ്മേളനം നടക്കുകയാണ്. ഒരു സമ്മേളനത്തിൽ ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എങ്ങനെയാണ് ഒരു നല്ല സംസ്ഥാനമാക്കി കേരളത്തെ പറയൂ മാറ്റിയെടുക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷനിൽ ഇരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം സപ്താഹത്തിന്റെ ഇതിൽ അവർ വിളിച്ചതാണ്. അപ്പൊ അദ്ദേഹം അവിടെ കത്തിക്കയറി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഭരണപക്ഷാകുമ്പോൾ കേന്ദ്രത്തിനെ കുറ്റം പറയുകയാണല്ലോ അവരുടെ സ്വഭാവം. കേന്ദ്രത്തിനെ കുറ്റം പറയുന്ന രീതിയിൽ അങ്ങനെയൊക്കെ കർഷകന്മാരുടെ പ്രശ്നമായിരുന്നു, കർഷകരെ ആദരിക്കുന്ന പ്രശ്നമായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു 2-3 കാര്യം ചെയ്യാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ കേരളം രക്ഷപ്പെടുമായിരുന്നു. മനുഷ്യന് ജീവിക്കാൻ ഇന്ന് എന്തെങ്കിലും കൃഷി വേണം. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ABC പണ്ട് പഠിക്കേണ്ട കാര്യമില്ല. കാരണം അച്ഛനും അമ്മയില്ലെങ്കിലും അച്ഛൻ കൃഷിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇത് കണ്ടുപഠിച്ചവരായിരുന്നു നിങ്ങളിൽ ഒരുപാട് ആളുകൾ. ആണോ അല്ലയോ? ഏത് സമയത്ത് എന്ത് വളരണം, എപ്പോഴാണ് തെങ്ങ് തുറക്കേണ്ടത്, എപ്പോഴാണ് ഞാറ് നടേണ്ടത്, എപ്പോഴാണ് കവുങ്ങിനെ, ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പൊ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് വീട്ടിൽ വേണ്ട പച്ചക്കറിയെ കുറിച്ചെങ്കിലും ഒരു പഠിപ്പിക്കാനുള്ള സിലബസ് പോലും തയ്യാറാക്കാൻ കഴിവില്ലാത്തവരാ കേന്ദ്രത്തിനെ കുറ്റം പറയുന്നത്. ആദ്യം അതിനുള്ള ആർജവമുണ്ടാകും. സ്വന്തം സംസ്ഥാനത്തിൽ സ്വന്തം കുട്ടികളെ നേരെയാക്കാൻ പറ്റാത്തവരാണ് അങ്ങോട്ട് നോക്കി കുരയ്ക്കുന്നത്. ഞാൻ കൊടുത്തു അങ്ങോട്ട്, കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ ആ ഒരു രീതികൾ. ഇത് നിങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ കയ്യിലല്ലേ കുട്ടികൾ. ഇത് ശരിയാണോ ഞാൻ പറഞ്ഞത്? ആണോ? നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നതും ഇന്നിപ്പോ ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ലത് വീടുകളിൽ ഇന്നിപ്പോ ചെടിച്ചട്ടികളിൽ കൃഷി ചെയ്തൂടെ, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ കൃഷി ചെയ്തൂടെ? ചെയ്യാലോ. അതുപോലും ആർജവുമില്ല. ഇതൊക്കെയാണ് ഒരു സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ഇപ്പോഴും അങ്ങോട്ട് നോക്കിയിട്ട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പ്രതു ചിന്തിച്ചത്. മഴയില്ലാത്ത രാജ്യത്തെക്കുറിച്ച് ദുഃഖിക്കുകയല്ല, എങ്ങനെ ഈ സമയത്തും ജനങ്ങളുടെ കഷ്ടപ്പാട് തീർക്കാം എന്നുള്ളതാണ്. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. എഫിഷ്യൻസി വർദ്ധിപ്പിക്കും. ആത്മീയതയില്ലാത്ത ഭരണാധികാരികൾ വരുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ ശാപമായി തീരുന്നത്. ഒരു രാജ്യത്തിന്റെ ശാപമാണത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ നോക്കൂ, ഒരു വൈകുന്നേരം ആയാൽ എന്താ പറയുക, ഈ ഒരു കുറെ അമ്മമാരുടെ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, എന്തായാലും പറയാ, തൊഴിലുറക്കുകാരെന്നാ പലപ്പോഴും അതിന് വിളിക്കാറ്. കാരണം അവർക്ക് പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട് ഉറങ്ങുവര്. ഈ തൊഴിലുറപ്പുകാരെ കൊണ്ട് ഈ പുല്ല് ചെത്താൻ പറഞ്ഞയക്കുന്നതിന് പകരം ഞാൻ ചോദിച്ചു, നാണമില്ലേ നിങ്ങൾക്ക് ഈ പുല്ല് ചെത്തിക്കാൻ? അതിന് മിഷ്യൻ വാങ്ങിക്കാൻ കിട്ടുന്ന കാലം അത്. ആ മിഷ്യനിൽ അടിക്കാൻ അരമണിക്കൂറിന്റെ സാധനം ഒരു വൈകുന്നേരം വരെ ഇവരെ കൊണ്ട് ചെത്തിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പഞ്ചായത്തുകാരെ കൊണ്ട് സ്ഥലം എടുപ്പിച്ച് വാടകയ്ക്കോ, ഇവരെ ഇന്നത്തെ ഗ്രീൻ ടെന്റ് കൃഷി, പോളിമർ കൃഷി, ഒരു ടെക്നോളജി കൃഷി ഉണ്ടല്ലോ. ഞാൻ ചോദിച്ചു, നാണമില്ലേ നിങ്ങൾക്ക്? കേരളം ഇത്രയും വലിയ കാർഷിക സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ മരുഭൂമിയായി ഇസ്രായേലാണ് കൃഷി പഠിക്കാൻ വേണ്ടി ഇവിടുന്ന് കുറെ എണ്ണം പോയത്. അറിയണോട്ട് അഷൈമിടുന്ന് വെച്ചു. ഒരു കാർഷിക കോളേജ് കൊണ്ട് നടക്കുകയാണ്. അവിടെ ഒരു 10,000 ആൾക്കാരുണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഇവിടെ കൃഷിഭവനുകളുണ്ട് ഇല്ലേ? ഏതെങ്കിലും കൃഷിഭവനിലെ ഓഫീസർ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ ജനങ്ങളോട്? ഞാൻ പറഞ്ഞു, ഇവറ്റകൾ എന്തിനാ തീറ്റിപ്പോരുണ്ട്, പറഞ്ഞയക്കൂ. മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത കൃഷിഭവൻ ഓഫീസറെ കൊണ്ട് എന്ത് കാര്യം? ഈ കുറച്ചങ്ങോട്ട് പറഞ്ഞു. അദ്ദേഹം പിന്നെ അധികം പറഞ്ഞു, സ്വാമി എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോവുകയാണെന്നത്. ആരും കഴിഞ്ഞു. അവനവന്റെ കയ്യിൽ റിസോഴ്സ് കിട്ടിയിട്ട് അത് കൊണ്ടു നടക്കാൻ കഴിയില്ലാത്തവര് കുരയ്ക്കുകയാണ് മുകളിലേക്ക് നോക്കിയിട്ട്. ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ റിസോഴ്സ്, ചെയ്യോ. അതിനാണ് ഗുരുത്വം എന്ന് പറയുന്നത്. അതിനാണ് ആത്മീയത എന്ന് പറയുന്നത്.
അതിനാണ് നമുക്ക് ആത്മീയതയുടെ ആവശ്യം. ആത്മീയത എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ണടച്ച് ജപിക്കുക മാത്രമല്ല, ജപിക്കുന്നത് ഉള്ളിലൊരു ഉണർവും ഉള്ളിലൊരു ഊർജവും പറ്റി തൻ്റെ തന്നെ ബ്രെയിൻ സിസ്റ്റത്തിലെ മനസ്സും ബുദ്ധിയും അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് താൻ എന്ത് കർത്തവ്യമാണോ ചെയ്യേണ്ടത് ആ കർത്തവ്യത്തെ ഇഫക്റ്റീവായി ചെയ്യാൻ മനസ്സിലായേ, അതിന് തന്നെ പ്രാപ്തമാക്കുന്നതാണ് ആത്മീയത. അതുകൊണ്ടാണ് ഭരണാധികാരികൾക്കാണ് ആത്മീയത പറഞ്ഞു കൊടുത്തത്. അർജുനന് പറഞ്ഞു കൊടുക്കുന്നു, പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കും. ഇവരൊക്കെ ഭരണാധികാരികളായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ വെറുതെ ഭാഗവതം കേൾക്കല്ല, നമുക്ക് കിട്ടിയ ജീവിതത്തിൻ്റെ റോൾ അത് ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു മെൻ്റൽ എബിലിറ്റി, മെൻ്റൽ പവർ അതുണ്ടാവാൻ നമുക്ക് ജപം വേണം, ധ്യാനം വേണം. മനസ്സിലായില്ലേ? കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനുമുള്ളൊരു ആർജവം വേണം. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഇതൊക്കെ നമുക്ക് ഇന്ന് വളരെ ആവശ്യമാണ്. അതിനാണ് ഞാൻ നിങ്ങളൊക്കെ ഭാഗവതം കേൾക്കുന്നത്. എനിക്ക് പൃഥു മഹാരാജാവിനോട് അത്രയൊരു ആദരവുള്ളത്. ആ കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിൻ്റെ സമയത്തും ഇതെല്ലാം ഒരു ഓർഗനൈസ്ഡ് ആക്കി ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ, അവർക്ക് അവരുടെ തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെല്ലാം ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയ ആളായിരുന്നു ആര്? പൃഥു മഹാരാജാവ്. അപ്പൊ എവിടെ വീടുകൾ വേണം, എവിടെ നോക്കൂ, നിങ്ങൾ ആ ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ. ഗ്രാമാൻ. ഇത് ശരിക്കും വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നിങ്ങൾക്ക് കുറച്ച് അതിനെക്കുറിച്ച് ഒരു അവബോധം വേണം, എന്നാലേ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രാമാൻ, എവിടെയായിരിക്കണം കൃഷിസ്ഥലങ്ങള്, പുര, എവിടെയാണ് വീടുകൾ കെട്ടേണ്ടത്. ഈ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് വീട് കെട്ടിക്കഴിഞ്ഞാൽ അതിനാണ് പഞ്ചായത്ത് പഠനങ്ങളൊക്കെ നടത്തേണ്ടത്. ഏത് സ്ഥലങ്ങളിൽ, അതായത് എലിവേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വീട് കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം ചെന്ന് വീഴുമ്പോൾ ആ വീട് പിന്നെ പൊളിച്ചു മാറ്റേണ്ടി വരും. മനസ്സിലാവുണ്ടല്ലോ? മനസ്സിലാവുണ്ട് ഞാൻ പറയുന്നത്? ഏത് ഭാഗങ്ങളിൽ വീട്, ഇപ്പൊ നോക്കൂ, നിങ്ങൾ വയനാട്ടിൽ കണ്ടില്ലേ ദുരന്തം കൊണ്ട് വെച്ചിരിക്കുന്നത്? അവിടെ വീട് വെക്കാൻ പാടുമോ? അവിടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ മണ്ണിന്റെ ഉറപ്പെന്താണ്? ഇതൊക്കെ ഗാഡ്ഗിലൊക്കെ എഴുതി വെച്ചത് വെറുതെ വായിച്ചു നോക്കാൻ, വെറുതെ ഒരു മൂലയിൽ കെട്ടിവെക്കേണ്ടതല്ല. കാരണം അവർ മണ്ണിനെ, സോയിലിനെ കുറിച്ച് പഠനം നടത്തിയവരാണ്. അപ്പൊ അതിന്റെ ഉറപ്പിനെ കുറിച്ച് അവർക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണല്ലോ അവര് ദുർബല ഏരിയ ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി ദുർബല ഏരിയ എന്ന് കേട്ടില്ലേ നിങ്ങൾ? അത്തരം സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിനെയൊക്കെ ഗവൺമെന്റ് എന്നിട്ട് പാവങ്ങൾ വീട് വെച്ച വീടുകളൊക്കെ കുത്തി നശിച്ചിട്ട് കേന്ദ്രം ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെന്താ വിളിക്കുന്നത് എനിക്കറിയില്ല. എന്താ ഇവരൊക്കെ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ശരിയല്ലേ? ആ സ്ഥലങ്ങളിലുള്ളവരെ ബോധവൽക്കരിച്ച് ക്രമേണ അവിടെ നിന്നും അവരെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു വ്യവസ്ഥ ശരിക്കും കൊലയ്ക്ക് കൊടുക്കുന്ന ആരാണ്? പറയൂ നിങ്ങൾ. ഇതൊക്കെ ഗാഡ്ഗിൽ പറഞ്ഞ സ്ഥലങ്ങളിലേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഗാഡ്ഗിൽ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം കേരളത്തിന്റെ ഭൂമിയുടെ അവസ്ഥ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഭൂമി അത്ര, കാരണം ഹാർഡ് റോക്കും അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് സോയിലുമാണ്. ഇതാണ് കേരളത്തിന്റെ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ, ഈ മണ്ണ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൂടെ കുത്തനെ അടിച്ചു പുറത്തേക്ക് വീട് കാണും. ഇതൊക്കെ അറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രകൃതിയെക്കുറിച്ച് ഇത്ര എഴുതിയിട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? ഈ വാണിംഗ് തന്നിട്ട് ആ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വീട് വെക്കാൻ അനുവദിച്ച് ജനങ്ങളെ അവിടെ തന്നെ നിലനിർത്തുന്ന ഇവരല്ലേ ഈ കൊല ചെയ്തത്? എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഇത്രയും മരണത്തിന് ഉത്തരവാദി പ്രകൃതിയാണോ? പ്രകൃതിക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് വാണിംഗ് ഈശ്വരൻ ഒരു ഗാഡ്ഗിലിനെയോ അല്ലെങ്കിൽ മാധവ ഗാഡ്ഗിലോ അല്ലെങ്കിൽ ആരെങ്കിലും കസ്തൂരി രംഗനോ ആരെങ്കിലും ഒക്കെ വന്ന്, അവരെ പോലുള്ള ആളുകളൊക്കെ വന്ന് അതിനെക്കുറിച്ച് പഠനം നടത്തി ഒരു വാണിംഗ് തരുമ്പോൾ അതിനെ തീരെ മൈൻഡ് ചെയ്യാതെ ഒരു മൂലയിലിട്ടിട്ട് വലിയ രാഷ്ട്രീയം പ്രസംഗിച്ച് നാണമില്ല ഇവർക്കൊക്കെ. ഇതാണ് ആത്മീയത. ആത്മീയത എന്ന് പറയുന്നത് വരാൻ പോകുന്നതിനെ പറയൂ. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് അർജുനൻ തേരിലിരിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞു, അർജുന, നമുക്കിനി ഇറങ്ങി നടക്കാം, ഇറങ്ങിക്കോളൂ. അല്ല കൃഷ്ണ, നമ്മൾ തേരിലല്ലേ പോകുന്നത്? തേരിലല്ല, നമുക്ക് ഇറങ്ങി നടക്കാം. അതെന്താണെന്ന് അനുസരിക്കുക അർജുന, പറയുന്നത് അനുസരിക്കുക. എല്ലാം അങ്ങനെ എന്തിനാ ഏതാണെന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കൃഷ്ണൻ കുതിരകളെ അടിച്ചു മാറ്റി. ഒരു നിമിഷം കൊണ്ട് തേര് പൊട്ടിത്തെറിച്ച് കത്തിച്ചാമ്പലായി.
അർജുനൻ ഞെട്ടിത്തരിച്ചു, ഇതെന്തായി കാണുന്നത് എന്ന്. താൻ ഇത്രയും ദിവസം യാത്ര ചെയ്ത തേര്. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ഈ തേര് നിലനിന്നത് എൻ്റെയും നിന്റെയും കഴിവുകൊണ്ടല്ല. ഇതിനെ താങ്ങി നിർത്തിയ ഒരാളുണ്ടായിരുന്നു. ആളോട് പോവാം. ആളുടെ ജോലി കഴിഞ്ഞ ആള് പോയി. മനസ്സിലായില്ലേ? ഇതിനെ പറയാ ആരാണ്? തേരിന് മുകളിലൊരു ശക്തി. ഹനുമാൻ അതിനെ താങ്ങി നിർത്തിയിരുന്നു എന്നാ പറയുന്നത്. ഹനുമാൻ പോയതോടുകൂടി തേരിന്റെ ശക്തിയും പോയി, കത്തിച്ചാമ്പലായിപ്പോയി. അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തിരിച്ചറിയണം, പലതിൻ്റെയും ശക്തിയും അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം അവനവന്റെ സ്വാർത്ഥതയും അഹങ്കാരവും ധാർഷ്ട്യം വെച്ച് ഭരിക്കുന്ന ആത്മീയതയില്ലാത്ത ഭരണാധികാരി ഒരു നാടിൻ്റെ ദുരന്തമാണ്. അത് നമ്മൾ പഠിച്ചെടുക്കന്നെ വേണം. ആത്മീയതയില്ലാത്തൊരു ഭരണാധികാരി ഒരു നാടിൻ്റെ പറയൂ ദുരന്തമാണ്. അത് ഞാൻ പറയുന്നതല്ല, ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം. ഭാഗവതത്തിൽ 5000 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ് ഈ ശ്ലോകങ്ങളൊക്കെ. വളരെ വളരെ ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആത്മീയതയില്ലാത്തൊരു ഭരണാധികാരി ഒരു നാടിൻ്റെ ശാപമാണെന്ന് 5000 വർഷം മുമ്പ് ഭാഗവതത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്ന വരികൾ 5000 വർഷം മുമ്പ് എഴുതി വെച്ച വരികളാണ്. വ്യാസഭഗവാൻ എഴുതി വെച്ച വരികളാണ്. ആത്മീയതയില്ലാത്തൊരു ഭരണാധികാരി നാടിൻ്റെ പറയൂ ശാപമാണ്. എൻ്റെ വാക്കുകളല്ല, ഡോണ്ട് ടേക്ക് ഇറ്റ് മൈ ഓൺ വേർഡ്സ്, ഇറ്റ് ഇസ് ദേർ ഇൻ ദ ഭാഗവതം. അതുകൊണ്ട് ഞാൻ സ്പെസിഫിക്കലി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ശ്ലോകം നോക്കൂ, 5000 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മേക്കട്ട് കയറരുത്. അതുകൊണ്ടാണ് ശ്ലോകം കണ്ണുകൊണ്ട് കാണിച്ചു തരുന്നത്. മൂലഭാഗവതം എടുത്തു നോക്കുക. വ്യാസഭഗവാൻ എഴുതിയ ഈ പുസ്തകമാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. കണ്ടു നിങ്ങൾ? 21-ാം അധ്യായത്തിൽ 24-ാം ശ്ലോകം എടുത്തു നോക്കൂ നിങ്ങൾ. ഭാഗവതം കാണുന്നുണ്ടോ എല്ലാവരും? ഈ ശ്ലോകമൊക്കെ നിങ്ങൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ പറയുകയാണെന്നുള്ളത്. കണ്ടുവല്ലോ? 4-ാം സ്കന്ധം പറഞ്ഞുകൊണ്ടിരിക്കുക. പൃഥുവിന്റെ ചരിതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4-ാം സ്കന്ധത്തിൽ 21-ാം അധ്യായത്തിൽ 24-ാമത് ശ്ലോകം. 4-ാം സ്കന്ധമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൃഥുചരിതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്? യ ഉദ്ധരേത് കരം രാജ. ഉദ്ധരേത് കരം രാജ. രാജ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഗവൺമെന്റ് അല്ലല്ലോ. അന്ന് രാജാക്കന്മാർ. കരം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് കരം വാങ്ങിച്ച്, ടാക്സ് വാങ്ങിച്ച്. ഇപ്പൊ നിങ്ങൾ GST അടയ്ക്കുന്നുണ്ട്, ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കരം മേടിക്കുന്നു ഗവൺമെന്റ്. ഉണ്ടോ? നിങ്ങളിപ്പോൾ പെട്രോൾ ഒഴിക്കുമ്പോഴും എന്ത് കൊടുക്കണം? ഏത് സാധനം, ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് ഗവൺമെന്റിന് കരം അടയ്ക്കുന്നുണ്ട്. അപ്പൊ കരം അങ്ങനെയാണ് ഗവൺമെന്റിന് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങളിൽ നിന്ന് കരം വാങ്ങിച്ച് ധർമ്മം അശിക്ഷയൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു ആത്മീയമായ ധർമ്മം അനുഷ്ഠിക്കാതെ ഒരു ആത്മീയമായ സംസ്കാരം കൊണ്ടു നടക്കുക. ശിക്ഷയൻ എന്ന് പറഞ്ഞാൽ സ്വയം ശിക്ഷണം ചെയ്യുക, കൊണ്ടു നടക്കുക. ഒരു ആത്മീയമായ സംസ്കാരം തന്നിൽ തന്നെ പരിശീലിപ്പിക്കാതെ ജനങ്ങളിൽ നിന്നും കരം വാങ്ങിച്ചുകൊണ്ട് പ്രജാനാം ശമലം ഭുക്തേ, പ്രജകളുടെ ശാപമാണ് അവർ കഴിക്കുന്നത് എന്നാണ്. ശമലം എന്ന് പറഞ്ഞാൽ അവരുടെ ശാപം, അവരുടെ പാപത്തെ കഴിക്കുന്നു. ഭഗം സ്വം ജഹാദി. അവൻ കള്ളനാണെന്നാണ് പറയുന്നത്, കൊള്ളരുതാത്തവനാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു ആത്മീയതയില്ലാത്ത ഭരണാധികാരി, അയാള് നാടിൻ്റെ തന്നെ ഉറക്കെ പറയൂ ശാപമാണെന്ന് 5000 വർഷം മുമ്പ് ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ ഒരു ആത്മീയതയുള്ളൊരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഈ ഭരണം എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ്. ആ പ്രകൃതി എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ സ്വഭാവം, എവിടെയാണ് വീട് വെക്കേണ്ടത്, എവിടെയാണ് കൃഷി ചെയ്യേണ്ടത്, എങ്ങനെയുള്ള കൃഷിയാണ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു അറിവ് വേണം. കാരണം ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, വേണ്ടേ? അപ്പം അതിനുള്ള ഒരു കാര്യങ്ങൾ. അതേപോലെ തന്നെ എന്ത് വിദ്യാഭ്യാസം വേണം?
ഏത് വിദ്യാഭ്യാസം നേടിയാലാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യന്, അതുപോലെ എങ്ങനെയാണ് പുതിയ തൊഴിലുകൾ കണ്ടെത്തേണ്ടത്, തൊഴിൽ മേഖലകൾ എന്തായിരിക്കണം. അപ്പൊ തൻ്റെ പ്രജകൾക്ക് ഇവിടെ തന്നെ ജീവിക്കാനുള്ള ഒരു സാധ്യത ഒരുക്കി, ആരോഗ്യമുള്ള ജീവിതം, ആരോഗ്യമുള്ള പ്രകൃതി, ആരോഗ്യമുള്ള ഒരു സമൂഹം, അങ്ങനെ ജനങ്ങളെ ഒരു സംരക്ഷിച്ചു നിർത്താൻ കഴിവുണ്ടാവണമെങ്കിൽ അതിന് ആത്മീയമായൊരു അവബോധം ഉണ്ടെങ്കിലേ അത് സാധിക്കുള്ളൂ. ഒരു ആത്മീയ അവബോധമില്ലെങ്കിൽ ആ രാജാവ്, നാട്ടിൽ ഭരിക്കുന്നവൻ, ആ നാടിനൊരു ശാപമാണ്. പ്രജകൾ കണ്ടില്ലേ, അവിടെ വേണ്ടാത്ത എല്ലാ ദുരന്തങ്ങളും ദുഷ്ടത്തരങ്ങളും ക്രൂരതകളും ആക്രമണങ്ങളും അതിനായിരിക്കും കൂടുതൽ സാധ്യത. കഴിവുകെട്ട ഭരണാധികാരിയുടെ നാട്ടിലാണ് ആക്രമണങ്ങൾ ഏറ്റവും കൂടുന്നത്. ഭരണാധികാരി കൊള്ളില്ലെങ്കിൽ പ്രജകൾക്ക് സുരക്ഷിതത്വമില്ല എന്ന് പറയാം. നിങ്ങൾ പറയൂ, കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അതാണ്. അതുകൊണ്ട് കാലം ഇവരെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ വാഷ് ചെയ്ത് മാറ്റിക്കളയും. കാലം ഇവരെ ഒന്നും വെച്ചിരിക്കില്ല. നോക്കൂ നിങ്ങൾ, കൃഷ്ണന്റെ കാലഘട്ടത്തിൽ അന്നത്തെ കുരുത്തം കെട്ട എല്ലാ ഭരണാധികാരികളെയും, ശിശുപാലനായാലും ശരി, ജരാസന്ധനായാലും ശരി, കംസനായാലും ശരി, കാലം കൊണ്ട് ഇവരൊക്കെ മാറ്റി. അതാണ് ഗീതയിലെ കൃഷ്ണന്റെ പ്രഖ്യാപനം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എപ്പോൾ ആരിതിന് ഗ്ലാനി ഉണ്ടാക്കുന്നു, തദാത്മാനം സജാമി പരിത്രാണായ സാധൂനം. ദുഷ്കൃതികളെ വിനാശം ചെയ്യാന്നാൽ അവർ തന്നെ അവരെ വിനാശത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നു പറയണം. മനസ്സിലാവുണ്ടല്ലോ. അപ്പൊ ഭാഗവതം വെറൊരു കഥാപുസ്തകമല്ല, ഇത് മനുഷ്യനെ കഴിവുള്ളവനാക്കണം, പ്രാപ്തിയുള്ളവനാക്കണം. മനസ്സിലാവുണ്ടല്ലോ. അതിന് നമ്മളെ തയ്യാറാക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ആദ്യം അറിയണം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയരണമെങ്കിൽ, ഉന്നതി വേണമെങ്കിൽ ആദ്യം ഉയർത്തേണ്ടത് മനസ്സിനെയാണ്. ഇതാണ് അടിസ്ഥാനമായി നമ്മൾ പഠിക്കാതെ പോയത്. എല്ലാവർക്കും ഉയരണം, എല്ലാവർക്കും നന്നാവണം, പക്ഷെ യു സ്റ്റാർട്ട് ഫ്രം യുവർ മൈൻഡ് എന്നാണ്. മനസ്സിനെ ഉയർത്താതെ ജീവിതത്തെ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല. എൻ്റെ മനസ്സിലൂടെയാണ് ജീവിതം. കാരണം ലൈഫ് ഈസ് എ റിഫ്ലക്ഷൻ ഇൻ ദ മൈൻഡ്. ശങ്കരാചാര്യ സ്വാമികളുടെ മനോഹരമായ കൃതിയാണ്, വളരെ സുന്ദരമായൊരു കൃതിയാണ് ശിവാനന്ദൻ സൊറയും ദക്ഷിണാമൂർത്തി സ്തോത്രം. അതിൽ തുടങ്ങുന്നതിന് വിശ്വം ദർപ്പണ ദൃശ്യമാനതകരീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനിമായോ എന്ന് തുടങ്ങുന്ന വരികളാണ്. പറയണം, വിശ്വം ദർപ്പണ ദൃശ്യം. ഈ വിശ്വം എന്ന് പറയുന്നത് മനസ്സിൽ ഉള്ള റിഫ്ലക്ഷനാണ്. അപ്പൊ മനസ്സെപ്രകാരമാണോ അപ്രകാരമായിരിക്കും നിങ്ങളുടെ ആക്ഷനും റിയാക്ഷനും. മനസ്സ് പോസിറ്റീവ് ആവും തോറും, മനസ്സ് സ്ട്രോങ് ആവും തോറും നിങ്ങളുടെ പ്രവർത്തനവും നന്നാവും. ഒരു ദുർബല മനസ്സിൽ നിന്ന് ഒരിക്കലും നല്ല പ്രവർത്തനങ്ങൾ ഒരിക്കലും അതുകൊണ്ടാണ് ദുർബല ഭരണാധികാരിക്ക് നല്ല ഭരണം കാഴ്ചവെക്കാൻ പറ്റില്ല. ഒരു ദുർബലനായ ഭരണാധികാരിക്ക് വെറുതെ ബബ്ബ എന്ന് പറയാന്നല്ലാതെ എഫിഷ്യൻസിലി രാജ്യം ഭരിക്കാൻ പറയൂ നിങ്ങൾ കഴിവുണ്ടാവില്ല. അപ്പം ഏറ്റവും എഫിഷ്യൻസി, അതാണ് പഴയ കാലത്ത് രാജാക്കന്മാര് ഗുരുക്കന്മാരെ കൂടെ വെച്ചത്. കാരണം അവരുടെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ, അവരിൽ ഇൻഎഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടി. നിങ്ങൾ നോക്കൂ, ഇൻഎഫിഷ്യൻസി കാണിച്ചു കൊടുത്തിട്ട് അവരെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി. നിങ്ങൾ നോക്കൂ, ദശരഥ മഹാരാജാവിൻ്റെ കൂടെ വസിഷ്ഠരുണ്ട്, ഉണ്ടോ? അപ്പൊ അന്നത്തെ കാലത്ത് എപ്പോഴും ഒരു ആചാര്യന്മാരുടെ ഒരു സാന്നിധ്യം ഭരണാധികാരികളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഭരണാധികാരികൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സ്വയം ചെയ്യില്ലായിരുന്നു. വരും വരായികളെ ഒരുപക്ഷെ അവർക്ക് കാണാൻ പറ്റിയെന്നുമില്ല. ആ ഒരു വാണിംഗ് കൊടുക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും അവരെ ഒരു കഴിവുള്ളവരാക്കിയതൊക്കെ അന്നത്തെ ആചാര്യന്മാരായിരുന്നു. വിശ്വാമിത്ര മഹർഷിയാണ് രാമനിൽ, അന്നത്തെ കാലത്ത് ബ്രാഹ്മണൻ, സ്ത്രീ, ഗുരു ഇവരൊന്നും കൊല്ലാൻ പാടില്ല, കാരണം ബ്രഹ്മഹത്യാപാപാണ്. ഈ താടക വലിയൊരു സോഷ്യൽ ഈവിളായി മാറിയപ്പോൾ, ഒരു വലിയ ഹെഡേക്കായി മാറിയപ്പോൾ ആ താടകയെ അവിടുന്ന് കൊല്ലണം, അല്ല നിവൃത്തിയില്ല, താടക മാറില്ല. ഇപ്പൊ രാമൻ താടകയെ കൊല്ലുന്ന ഘട്ടത്തിൽ രാമന് പോലും ഈ കൺഫ്യൂഷൻ വന്നു എന്നാണ്. കാരണം താടകയൊരു സ്ത്രീയല്ലേ എന്ന് ഒരു നിമിഷം രാമൻ ശങ്കിച്ചു എന്ന്. അപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി പറയുന്നത്, ഒരു രാജ്യത്തിന് തലവേദന, ഒരു നാടിന് പ്രജകളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നവൾ ആരായാലും ശരി, ആണായാലും ശരി,
പെണ്ണായാലും ശരി, ഒരു രാജാവിൻ്റെ പ്രയോറിറ്റി നോക്കണം. ഒരു രാജാവിൻ്റെ പ്രയോറിറ്റി ഈ തരം കാര്യങ്ങൾ നോക്കലല്ല, പ്രജകളുടെ ക്ഷേമമാണ്, പ്രജകളുടെ നിലനിൽപ്പാണ്. അപ്പൊ നോക്കൂ, രാമൻ ആ ക്ലാരിറ്റി വന്നു. അപ്പൊ പ്രജകളുടെ നിലനിൽപ്പിന് വേണ്ടി, പ്രജകളുടെ സേഫ്റ്റിക്ക് വേണ്ടി ആണായാലും ശരി പെണ്ണായാലും ശരി ആര് ടെററിസം കൊണ്ടുവന്നാലും അവരെ ഫിനിഷ് ചെയ്തേക്കണം എന്ന്. അവർ ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണ്. മനസ്സിലായില്ലേ? ഇത് നമ്മുടെയൊക്കെ എന്താ അറിയില്ലേ, നാട്ടിലൊക്കെ നമുക്ക് ഹിന്ദുക്കൾ ഉണർന്നേ പറ്റുള്ളൂ. കാരണം ഹിന്ദുക്കൾ ഉണർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ നാട് പോലും ക്രമേണ 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 വഴുതി വഴുതി വീഴും. അമ്പലത്തിൽ തൊഴുതു പോയതുകൊണ്ട് നാട് രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം അവബോധം സൃഷ്ടിക്കണം. കാരണം പലരും ഉണ്ടല്ലോ തെറ്റായ മതബോധത്തിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടവരാണ്. മറ്റുള്ളവനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്നൊക്കെ അന്ധവിശ്വാസമുള്ള മതങ്ങളുണ്ട്. മനസ്സിലാവുണ്ടല്ലോ. എനിക്ക് ഈ കാര്യത്തിൽ ഞാൻ ട്രംപിനെ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. കാര്യം ഇന്ത്യക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവരുന്നൊക്കെ വേദനാത്മകമാണെങ്കിലും പക്ഷെ ചില കാര്യത്തിൽ അദ്ദേഹത്തിന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസിൽ ടോക്ക് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ടെററിസം ഈസ് ദ മോസ്റ്റ് ഈവിൾ എന്നാണ്. അത് റിലീജിയൻ അല്ല, അതിന് ദൈവമായിട്ട് പങ്കില്ല. അങ്ങനെ മറ്റൊരുത്തനെ നശിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോവാന്ന് ഒരുത്തൻ പറഞ്ഞാൽ ഹീസ് ദ മോസ്റ്റ് ഈവിൾ എന്നാണ്. അവരെ ഭൂമിയിൽ വെക്കരുത് എന്നാണ് പറഞ്ഞത്. ടേക്ക് ഔട്ട് ദ ഈവിൾ എന്നാണ് അദ്ദേഹത്തിന്റെ ടോക്കുകളൊക്കെ. വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. ശരിയാണത്. അപ്പൊ ഇതിനൊക്കെ ഒരു നോക്കൂ നിങ്ങൾ, ഹിന്ദുക്കളൊന്ന് ഉണർന്നാൽ, നമ്മൾ ഈ ഗീതയും വിഷ്ണു സഹസ്രമൊക്കെ കൊണ്ടു നടന്നാൽ തന്നെ സമൂഹത്തിൽ വലിയൊരു മാറ്റമുണ്ട്. ഗീതയൊന്ന് പഠിച്ച് പ്രചരിപ്പിച്ചാൽ തന്നെ പകുതി അന്ധവിശ്വാസങ്ങൾ മറ്റുള്ളവർക്ക് പോകും. കാരണം മരണാനന്തരം ഒരു സ്വർഗത്തിലേക്ക് പോകലല്ല, ഈ ഭൂമിയെ സ്വർഗമാക്കലാണ് മനുഷ്യന്റെ. പറയൂ നിങ്ങൾ. അതിന് ഇവിടെ ആക്രമണങ്ങളും ഇവിടെ ക്രൂരതകളും അല്ല, ഇവിടെ മറ്റുള്ളവരുമായി സഹവർത്തിത്വത്തിലും. നമ്മുടെ മന്ത്രങ്ങൾ നോക്കൂ, സഹനാവവതു, സഹനോ ഭുനക്തു, സഹവീര്യം. ഇതൊക്കെ ഹിന്ദുവിന് പഠിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? സഹവർത്തിത്വത്തോടെ പോകണം, സഹകരിച്ചു പോകണം. അതുകൊണ്ടല്ലേ നോക്കൂ, ഹിന്ദു മതത്തിന്റെ ഒരു മഹത്വം നോക്കൂ നിങ്ങൾ. മറ്റു മതങ്ങൾക്ക് ഇതര മതങ്ങളെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് വളരെ വളരെ കുറവാണ്. മറ്റു മതങ്ങൾക്ക് ഹിന്ദു മതത്തെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഉറക്കെ പറയൂ കുറവാണത്. എന്നാൽ ഹിന്ദു മതത്തിന് മറ്റുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ എല്ലാവരും ഉള്ളത്. നിങ്ങൾ പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, ബംഗ്ലാദേശിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുന്തോറും ഹിന്ദു പോപ്പുലേഷൻ കുറഞ്ഞു വരികയാണ്. എന്നാൽ ഇവിടെ നോക്കൂ, കേരളത്തിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ കൂടി വരികയാണ്. അത് ഹിന്ദുവിന്റെ ഒരു അക്കോമഡേഷൻ പവർ അല്ലേ? മറ്റതെന്താ കുറഞ്ഞു വരുന്നത്? അവിടുന്ന് ഹിന്ദുക്കൾ പലായനം ചെയ്യണം. കാരണം അവർ സുരക്ഷിതല്ല, അവരെ നശിപ്പിക്കാനുള്ള, അവരെ ഇല്ലാതാക്കുക. ഇപ്പം തന്നെ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഈ ഹസീന അവിടുന്ന് പോയ സമയത്തുണ്ടായ വയലൻസ് ഒക്കെ നോക്കൂ നിങ്ങൾ. എത്ര ഹിന്ദുക്കളെ ഹോംലെസ് ആക്കി മാറ്റിയത്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ ഹിന്ദുക്കളുടെ വിശാലത ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുമതം പഠിപ്പിക്കുന്നത് നാശത്തിന്റെ സംസ്കാരമല്ല. മറ്റതൊക്കെ നാശത്തിന്റെ സംസ്കാരത്തിലൂടെ എങ്ങനെ സ്വർഗത്തിലേക്ക് പോവാം എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ക്രിസ്ത്യൻ മതത്തിന്റെ നാശമുണ്ടായത് എപ്പോഴാണ്? അവരെ മറ്റുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. ആണോ അല്ലയോ? ഇന്നിപ്പോ ക്രിസ്ത്യൻ മതത്തിന്റെ അവസ്ഥ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കില്ല. ഇവിടെ മുന്നോട്ട് നോക്കണോ പിന്നോട്ട് നോക്കണോ പ്രാർത്ഥിക്കുക എന്നുള്ള എപ്പോഴും സംശയം തീർന്നിട്ടില്ല. എവിടേക്കെങ്കിലും നോക്കി പ്രാർത്ഥിക്കും മനുഷ്യൻ. മുന്നോട്ട് നോക്കി ഇനി ഞാൻ പ്രാർത്ഥിക്കുള്ളൂ എന്ന്. അപ്പൊ ചിലരുണ്ടല്ലേ ആസനം കാണിച്ച് പ്രവർത്തിക്കരുതെന്ന്. പിന്നെ നിന്റെ ശരീരം കാണാനല്ലേ ആൾക്കാരിരിക്കണം. അങ്ങനെയാണെന്ന് നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ എപ്പോഴും തിരുമേനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നിങ്ങൾ വിഗ്രഹാവില്യ കാണുന്നത് പലപ്പോഴും. ആ തിക്കിലും തിരക്കിൽ ഈ പാവത്തിന്റെ പുറം ഭാഗമല്ലാതെ പിന്നെന്താ കാണാനുള്ളത്? ചിലപ്പോൾ അല്ലേ, ചില സമയത്ത് നിങ്ങൾക്ക് മുഴുവൻ വിഗ്രഹം തന്നെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ കൃഷ്ണന്റെ വിഗ്രഹം കുഞ്ഞു വിഗ്രഹമാണ് അല്ലെ. നല്ല തടിയും മണ്ണുള്ള ഒരു തിരുമേനിയും കൂടി ആണെങ്കിലോ അത് തറ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ വൃത്തിയായി. ബാക്കി പറയേണ്ടത് ഞാൻ. അപ്പൊ ഈ രീതിയിൽ നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല നമുക്ക്. ആണോ? ശരീരത്തെ നോക്കി, ശരീരത്തിന്റെ എന്താ പറയാ, ശരീരഭാഗങ്ങളെ നോക്കിക്കൊണ്ടുള്ള ഒരു മതമല്ല ഹിന്ദു മതം എന്നുള്ളത്. അത് നോക്കൂ, എന്തൊരു ഗ്രേറ്റ്നെസ് ആണ് നമ്മുടെ. ഇപ്പൊ നിങ്ങൾ എന്താണ് ത്രിവേണി സംഗമത്തിലെ ആൾക്കാർ കുളിക്കുമ്പോൾ
ചിലപ്പോൾ ഉടുത്തവരുണ്ടാവും, ഉടുക്കാത്തവരുണ്ടാവും. ആ നാഗസന്യാസിമാർ വല്ലതും ഉടുത്തിട്ടാണോ കുളിക്കുന്നത്? ആര് നോക്കുന്നു, ആര് ശ്രദ്ധിക്കുന്നു, ആർക്കതിൽ താല്പര്യമുണ്ട്? ആളുകള് അവരുടെ ഭക്തിയിൽ കുളിക്കുന്നു, പോകുന്നു. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഭാരതത്തിന്റെ ഒരു ഉത്കൃഷ്ടത എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ളൊരു വിശാലത ഉള്ളൊരു ഇത് നിലനിൽക്കണോ? ഇത് ലോകത്തിന് ആവശ്യമാണോ? വേണ്ട. ഈ ഒരു സംസ്കാരം ലോകത്തിന് ആവശ്യമാണോ? വേണോ വേണ്ടയോ? അല്ലെങ്കിൽ ഈ സംസ്കാരം വളർന്നിട്ടില്ലെങ്കിൽ സങ്കുചിത സംസ്കാരത്തിന്റെ തീവ്രത പറയൂ കൂടുകയാണ്. അപ്പൊ ഇത് പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇതാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത്. ഗീത പോലുള്ള കൃതികളൊക്കെ ഹിന്ദുക്കൾ പഠിച്ചാൽ പിന്നെ ഇതര മതങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ, അത് സത്യമാണത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, കാലം പോയി പോയി പോയി. എനിക്കിപ്പോ സെപ്റ്റംബറിൽ ദുബായിൽ സപ്താഹമുണ്ട്. അവിടുത്തെ ഒരു ഷെയ്ഖാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്. ഇപ്പൊ ക്രമേണ ഇപ്പൊ അവരെ അമ്പലത്തിൽ വരാൻ തുടങ്ങി. അബുദാബി അമ്പലത്തിൽ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്ത അറബികളാണ്. നിങ്ങൾ നോക്കൂ, കാലം ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്കാരത്തിലേക്ക് വരുന്നത് പാശ്ചാത്യരാണ്. ഒരുപക്ഷെ നമ്മളെക്കാളും ആത്മീയതയുടെ ഈ ഭക്തിയുടെ തീവ്രതയുള്ളത് വെസ്റ്റേൺ ആളുകൾക്കാണ്. അമേരിക്കൻ സ്ട്രീറ്റിൽ നമുക്കൊരു നാണക്കേട് തോന്നാം, പക്ഷെ അവർക്ക്, ഞാൻ കണ്ടിട്ടുണ്ട് മാൻഹാട്ടൻ തുടങ്ങിയുള്ള വലിയ അവരുടെ സ്ട്രീറ്റുകളിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊട്ടി ഒരു വിഷമവും അവർക്ക് പോവാൻ. ഈ സംസ്കൃതിയിലേക്ക് അവർ വരാൻ കാരണം ഇതിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഊർജ്ജമല്ലേ? ഇതിന്ന് കിട്ടുന്ന ഒരു ഡിവിനിറ്റി അല്ലേ? ആണോ? അല്ലെങ്കിൽ അവർ സ്വന്തം ധർമ്മം വിട്ടിട്ട് ഇതിലേക്ക് വരേണ്ട വല്ല കാര്യമുണ്ടോ? പറയുന്ന ഹിന്ദു പൊട്ടൻ ഈ നല്ല ധർമ്മം വിട്ടിട്ട് അല്ലീലുയ അല്ലീലുയ പറയാൻ പോവുക. ആലോചിച്ച് നോക്ക്, എന്തൊരു നാണക്കേടാണെന്ന്. ഇവിടെ അവന്റെ ഹല്ലേലൂയൊക്കെ വിട്ടിട്ട് ഹരേ രാമ ഹരേ. നിങ്ങൾ വൃന്ദാവനത്തിലൊക്കെ പോയി നോക്കൂ, എത്ര യൂറോപ്യൻസാ വൃന്ദാവനത്തിൽ ഏകാദശി ദിവസമൊക്കെ ഒന്ന് പോണം നിങ്ങൾ. അവിടെ ഏകാദശി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ് വൃന്ദാവനം. അന്ന് വൃന്ദാവൻ പരിക്രമയൊക്കെ കാണണം. എത്ര കണക്കിന് ആൾക്കാരായിരിക്കും ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ. അത് ചെരുപ്പ് പോലും ഇല്ലേ. നമ്മളാണെങ്കിൽ ഷൂ അതിന് പോരെങ്കിൽ സോക്സ് ഇട്ട് ഒരു ഷൂവും ഞാൻ അതിൻ്റെ താഴെ എന്തെങ്കിലും ഇടാൻ പറ്റുമെന്ന് നോക്കും. കാരണം നമ്മൾ വൃത്തികേട് മാത്രമേ കാണുള്ളൂ. അവർക്ക് ചാണ കണ്ടോ, അവിടെ ഇനി പശു മൂത്രം ഒഴിച്ചിട്ടുണ്ടോ, ആളുകൾ തുപ്പി വെച്ചിട്ടുണ്ടോ, ഒന്നും മൈൻഡ് ചെയ്യില്ല. കെയർ. അവരാ മണ്ണിലൂടെ നടന്ന് ഹരേ രാമ പാടി അവർ പോവും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഈ കാഴ്ചകളൊക്കെ? എത്ര പേര് കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്നതൊക്കെ? പോയി നോക്കൂ നിങ്ങൾ. ആ ഇസ്കോൺ അമ്പലമുണ്ട് വൃന്ദാവനത്തിൽ. അവിടെ ഇങ്ങനെ ഡാൻസും കളിച്ചിട്ട് പാടുന്ന ഈ കുറെ ആളുകൾ ഫോറിനേഴ്സിനെ കാണാം. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? കണ്ടിട്ടുണ്ടോ? പോയി കാണാൻ നീക്കുന്നതൊക്കെ. ഞാൻ പറയുന്നത് ഉണ്ടോ എന്നുള്ളത്. എന്നാൽ ഈ ജന്തു ഇവിടെ നിന്ന് നല്ലൊരു സംസ്കാരം വിട്ടിട്ട് അല്ലേലുയ അല്ലേലുയ അല്ലെങ്കിലുയ പോവാണ്. ഇതൊക്കെ എവിടെ നേരെയോ? അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ആകെ കാണിച്ചു കൊടുത്തത് ഈ ചുറ്റിത്തീയലും തൊഴലും മാത്രമേ ഉള്ളൂ. പിന്നെ 1 രൂപ കൊണ്ട് കറക്കലും. ഇതിനപ്പുറത്തൊരു ഭക്തി ആരും പഠിപ്പിച്ചിട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ, ഞാൻ നുണ പറയല്ല. ആണോ അല്ലേ? അമ്മ കാണിക്കുന്നതാണ് കുട്ടികളും കാണിക്കുന്നത്. അമ്മ നോക്കുമ്പോട്ട് കുട്ടി നോക്കുമ്പോട്ട് ഇങ്ങനെ കറക്കുന്നു. എന്നാൽ ശരി, ഞാനും കറക്കാറുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലാവുണ്ടോ? ഈ ഒരു ഭക്തിയിൽ നിന്ന് ജ്ഞാനഭക്തിയിലേക്ക് മനുഷ്യൻ ഉയരണം. അപ്പോഴാണ് നമുക്ക് നമ്മളിലുള്ള കഴിവിനെ, നമ്മളുടെ സാധ്യതകളെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുക. ഹിന്ദുക്കൾ ഒന്നുണർന്നാൽ ലോകം ഉണർന്നു. മനസ്സിലായില്ലേ? ഹിന്ദു ഉയർന്നാൽ ലോകം, അല്ലെ ഹിന്ദു ഉണർന്നാൽ ലോകം ഉയർന്നു. അതാണ് അതിന്റെ സത്യം. ഹിന്ദു ഉണരണം. ഹിന്ദു ഇപ്പോഴും തൻ്റെ ശാസ്ത്ര ബോധത്തിൽ ഹിന്ദു വളരെ ഉറങ്ങിയിരിക്കുകയാണ്. അറിവില്ല. നമുക്ക് പലതും ആചരിക്കുന്നുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊരു അവർക്ക് പറയൂ അറിവ് വേണ്ടത്രയില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു ഉത്തരം നമുക്കില്ല. നമുക്ക് കൃഷ്ണൻ തന്നെ, നിങ്ങളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട്, ആരെങ്കിലും ചോദിക്കുകയാണ് കൃഷ്ണൻ രാധയൊക്കെ പ്രേമിച്ചില്ലേ? കൃഷ്ണന്റെ ഒരു പ്രാണസഖിയായിരുന്നു ആര്? പ്രിയസഖി.
എന്നാൽ ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവസാനം തേച്ച് ഒട്ടിച്ച് കൃഷ്ണൻ പോയി എന്നല്ലേ പറയുന്നത്. രാധയെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? കല്യാണം കഴിച്ചിട്ടുണ്ടോ? രുക്മിണിയല്ലേ കല്യാണം കഴിച്ചത്? സത്യഭാമയല്ലേ കല്യാണം കഴിച്ചത്? ആണോ? കൃഷ്ണൻ രാധയോട് ചെയ്തത് ശരിയാണോ? എന്ന പാട്ടുകൾ മൊത്തം രാധയെക്കുറിച്ചാണ്. രാധ തൻ പ്രേമത്തോടാണോ? രാധ നിൻ പ്രിയ സഖി, എത്ര ആയിരക്കണക്കിന് പാട്ടുകളാ കൃഷ്ണന് രാധയായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടുള്ളത്. ആണോ? ആണോ അല്ലയോ? എന്നാ കൃഷ്ണൻ രാധയെ കല്യാണം കഴിച്ചോ? കൃഷ്ണൻ ചെയ്തത് ശരിയാണോ? ഇതന്നെയാ പറഞ്ഞത്. നിങ്ങളും കൺഫ്യൂഷനായി. അപ്പൊ നോക്കൂ, ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോ നമുക്ക് ഉത്തരങ്ങളില്ല പലതിനും. ആണോ അല്ലയോ? ഇങ്ങനെ 1000 ചോദ്യങ്ങളുണ്ട്. പിന്നെ പറഞ്ഞാൽ പിന്നെ നിങ്ങളിവിടെ ഇരിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ഇതര മതക്കാരുണ്ടല്ലോ ഇത്തരം കുത്തു ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അത് വളരെ മോശം ചോദ്യങ്ങളുണ്ട്. അതിൽ നമ്മുടെ കുട്ടികൾ നാണം കിട്ടു പോവുകയാണ്. ശിവലിംഗാരാധന എന്നുള്ളത് നിങ്ങൾ അതിന്റെ പച്ച മലയാളം എടുത്ത് നോക്കൂ. ശിവലിംഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പൊ ശിവൻ എന്ന ഒരു ദൈവത്തിന്റെ ലിംഗം എന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഇതിന്റെ ഒരു ശാസ്ത്രീയ വശത്തെ, ഒരു തത്വത്തെ നമുക്കാർക്കും പറയൂ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിനാണ് കൃഷ്ണൻ പറഞ്ഞത്, ജ്ഞാനമുണ്ടെങ്കിലേ നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തത ഉണ്ടാവുള്ളൂ. ആ ജ്ഞാനമാണ്, സത്സംഗമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഭാഗവത സപ്താഹത്തിൻ്റെയൊക്കെ ലക്ഷ്യം അതാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ ഗീത ഒന്ന് എടുത്തു തുടങ്ങും. അറ്റ്ലീസ്റ്റ് ഗീതയിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ കുറേ വ്യത്യാസം നമുക്ക് ഉണ്ടാവും. ബാക്കിയൊക്കെ ക്ലിയർ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, ഹിന്ദു മതം പോലെ ഒരു നല്ലൊരു സയന്റിഫിക് റിലീജിയൻ ലോകത്തിൽ ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുമോ എന്ന് അറിയില്ല. ഇത്രയും ഒരു സയന്റിഫിക് ആയിട്ടുള്ള റിലീജിയൻ, മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ ശിവലിംഗം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അതിപ്പോൾ അവിടുത്തെ കോണ്ടാക്ട് പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ശിവലിംഗം തന്നെ നിങ്ങൾ എടുത്ത് നോക്കൂ. ശിവലിംഗത്തെ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണത്? ഒരു ഓവൽ ഷേപ്പിലാണ് അല്ലേ? ആണോ? എത്രമാത്രം മുകളിലേക്ക് പ്രൊജക്റ്റഡ് ആണോ അത്രയും അതിൻ്റെ താഴെയുമുണ്ട്. ഭൂമി അത് താഴെയാണത്. അറിയോ നിങ്ങൾക്ക്? അത് രാവ് കട്ട് ചെയ്ത് വെച്ചതല്ല. ആ ശിവലിംഗം അങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ലളിതാ സഹസ്രനാമത്തിന്റെ അവസാനത്തെ മന്ത്രമാണത്, ശിവശക്തി ഐക്യരൂപം. എന്താണ്? ശിവശക്തി ഐക്യം. അപ്പൊ ഒരു ഓവൽ ഷേപ്പിലുള്ള, എഗ് ഷേപ്പിലുള്ള ഒരു രൂപം. ഈ ഓവൽ ഷേപ്പിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒന്ന് താഴ്ഭാഗവും ഒന്ന് മേലെ ഭാഗവും, 2 ഭാഗങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു 360 ഡിഗ്രിയിൽ അതിനെ കണക്കാക്കുകയാണെങ്കിൽ 180 താഴെയും ഒരു 180 മുകളിലും. ഇത് രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഒരു കംപ്ലീറ്റ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിനും ഇതുപോലെ 2 ഊർജങ്ങളുണ്ട്. പ്രപഞ്ചത്തിനും 2 ഊർജമുണ്ട്. ആറ്റത്തിന്റെ ഷേപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഫിസിക്സ് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ആറ്റം സർക്കിളിലല്ല, ആറ്റവും ഒരു ഓവൽ ഷേപ്പിലാണ് ആറ്റത്തിന്റെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ. ഈ ആറ്റത്തിന്റെ ഉൾവശം മുഴുവൻ പൊള്ളയാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഔട്ടർ സർക്കിളിലാണ് ഇലക്ട്രോണുകൾ ഹൈ സ്പീഡിൽ കറങ്ങിക്കൂടി. ഈ ഇലക്ട്രോണുകളുടെ ഹൈ സ്പീഡ് കൊണ്ടാണ് ഇവിടെ രൂപങ്ങളൊക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഉള്ളുപൊള്ളയാണെന്നാണ്. അപ്പൊ നമുക്ക് തന്നെ തോന്നിയില്ലേ നമ്മുടെ ഉള്ളുപൊള്ളയാണ്, കാര്യമൊന്നുമില്ല എന്നുള്ളത്? ഇതുപോലെ എല്ലാവരുടെയും ഓരോ സാധനങ്ങളും ഇവിടെ ഒന്നും വാസ്തവത്തിൽ ഉണ്ട് എന്ന് പറയാൻ ഇല്ല. അപ്പൊ നോക്കൂ, ഈ ഔട്ടർ സർക്കിളിലുള്ള എനർജി ഫീൽഡിനെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെക്കൊണ്ട് പല മോളിക്യൂളുകളുമായി ചേർന്ന് രൂപങ്ങൾ ആക്കിക്കൊണ്ട് ഇതിനെ ഒരു നിയമാനുസൃതമായി പല രൂപങ്ങളാക്കി ആ രൂപങ്ങളെ വികസിപ്പിച്ച് വീണ്ടും സങ്കോചിപ്പിക്കുന്ന ഒരു ഉഗ്രശക്തി ഇതിൻ്റെ കേന്ദ്രത്തിലുണ്ട്. ഇതിൻ്റെ കേന്ദ്രത്തിലൊരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ ഇലക്ട്രോണുകൾ വേഗത്തിൽ സഞ്ചരിച്ച് പല രൂപങ്ങളായി മാറുന്നത്. അത് വികസിച്ച രൂപത്തിലെത്തിയ വീണ്ടും അത് സങ്കോചിച്ച്, അപ്പൊ പല നിയമങ്ങളെയും നിയന്ത്രണങ്ങളെയും നിർദ്ദേശങ്ങളെയും അത്
അനുസരിക്കണമെങ്കിൽ ഇതിനെ അനുസരിപ്പിക്കുന്ന, ഈ ചലനത്തെ അനുസരിപ്പിക്കുന്ന ഒരു ഇന്റലിജൻസ് ഇതിൻ്റെ അകത്ത് വേണം. അതാണ് ശിവം മംഗളം. അപ്പൊ ശിവമായിരിക്കുന്ന ഒരു ശക്തിയിലാണ് പ്രപഞ്ചം അതിൻ്റെ താളത്തിലും നിയമത്തിലും നിർദ്ദേശത്തിലും നിയമത്തിലുമൊക്കെ ശിവനില്ലെങ്കിൽ ശക്തിയില്ല. ശിവൻ ഉണ്ടെങ്കിൽ അവർക്ക് പറയൂ, ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. ശിവം എന്ന് പറയുന്ന ശക്തിയിലാണ്, ആ കേന്ദ്രം ശിവനാണ്. കേന്ദ്രം ശിവനാണ്. ആ ശിവനിലാണ് ശക്തി അനസ്യൂതമായി ചലിച്ച് അത് പല മോളിക്കൂളുകളുമായി ചേർന്ന് രൂപങ്ങളായി അതൊരു വികസിച്ച് വന്നാൽ പിന്നെ അത് സങ്കോചിച്ച് പഴയ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ നിയമങ്ങൾ അനുസരിക്കണം, നിർദ്ദേശങ്ങൾ അനുസരിക്കണം, ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവണം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ? മനസ്സിലാവുണ്ട ഞാൻ പറയുന്നത്? അതായത് ഈ ഊർജം എന്ന് പറയുന്ന ശക്തിക്ക് സ്വയം ചലിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം സ്ഫോടനായിരിക്കും, പൊട്ടിത്തെറിക്കും. അപ്പൊ ഇതെല്ലാം നിയമങ്ങളെ അനുസരിച്ചുകൊണ്ടോ, മനസ്സിലാവുണ്ടോ, നിയന്ത്രണങ്ങൾക്ക് വിധേയമായി കൊണ്ടും ചലിക്കുന്നത് കൊണ്ടാണ് ഈ പ്രപഞ്ച വ്യവസ്ഥ ഇവിടെ. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരമ്മ പ്രസവിച്ചു, കുഞ്ഞിന് പാല് കൊടുക്കണോ? അമ്മയുടെ രക്തമാണ് പാലാവുന്നത്. ആണോ ഇല്ലയോ? ആ അമ്മയുടെ ശരീരത്തിൽ നിന്ന് എത്ര പാല് വരണം കുഞ്ഞിന്, ഈ ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ രക്തം മുഴുവൻ അങ്ങോട്ട് പാലായി പോയാൽ അമ്മ ചത്തുപോയിട്ടുണ്ടാവും. അപ്പൊ കുഞ്ഞിന് വേണ്ടത് മാത്രമേ പാലാവുന്നുള്ളൂ. അമ്മയുടെ ശരീരത്തെ നിലനിർത്താനുള്ള രക്തം അതുപോലെ നിലനിർത്തുന്ന ഇത് രക്തമല്ലല്ലോ തീരുമാനിക്കുന്നത്, ആണോ? ഇത് മാംസത്തിലെ കുറെ പേശികളല്ലല്ലോ തീരുമാനിക്കുന്നത്, ആണോ? അപ്പൊ ഇതിനൊരു നിർദ്ദേശം കൊടുക്കുന്ന, ഇതിനൊരു നിയന്ത്രണം വെക്കുന്ന, ഇതിനൊരു നിയമം വെക്കുന്ന ഒരു ഇന്റലിജൻസ് സിസ്റ്റത്തിലാണ് ഇതെല്ലാം കൂടെ വന്നില്ല അയാള് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് സാമ്പാറും ഇഡ്ഡലിയും തട്ടിവിടുക, ഇത്ര നമുക്ക് സാധിക്കും. ഇത് മുടിയാവേണ്ടത് എത്രയാണ്, നമ്മുടെ മാംസം എത്ര ആവണം, മജ്ജ എത്രയാവണം, ബോൺ എത്രയാവണം, ഇതിന് വേണ്ടുന്ന ഡിസ്ട്രിബ്യൂഷനൊക്കെ എത്ര വേണം എന്നുള്ള അതിൻ്റെ ഒരു വേരിയേഷൻ നമുക്കാണോ നിയന്ത്രണം? പറയൂ. ഇതൊക്കെ ഒരു അത്ഭുതമല്ലേ? ഓരോന്നിനും വേണ്ടത് കൃത്യം അല്ലേ? നിങ്ങൾ നോക്കുക, അങ്ങനെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ എന്താ അപകടം എന്നറിയോ? ഇതെല്ലാം നാക്കുകൂടിയാണല്ലോ അകത്തേക്ക് അങ്ങോട്ട് ഇറക്കി വിടുന്നത്. ഈ ഊർജം മുഴുവൻ നാക്കിന് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? ഈ കഴിച്ചതിൻ്റെ ഒക്കെ ശക്തി മുഴുവൻ നാക്കിനാണ്. ആ മുഴുവൻ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ നാക്കിന് കിട്ടിയാൽ, നാക്കങ്ങോട്ട് വളരാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നാക്ക് ഇത്രേ വളരാവൂ, മുടി ഇത്രേ വളരാവൂ, അല്ലെങ്കിൽ മുടിഞ്ഞു പോകും. ഓരോന്നും ഇത്രയൊക്കെ പാടുള്ളൂ. എന്തൊരു കൃത്യതയിലാണിത് നടക്കുന്നത്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലൊരു ഇന്റലിജൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രകൃതിക്ക് സ്വയം തീരുമാനിക്കാനുള്ളൊരു. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ എത്ര അടുത്തെത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു വാക്കിപ്പോൾ അവർ പറഞ്ഞു. ഇനി ഇത്രയേ പറയാനുള്ളൂ. പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു ഇൻഫിനിറ്റ് ഇന്റലിജൻസ്. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ കഴിഞ്ഞു കാര്യം. അത് തന്നെയാണ് ശിവൻ. ഒരു ഇൻഫിനിറ്റ് ഇന്റലിജൻസ് ആകുന്ന ശിവനിലാണ് ഒരു കോസ്മിക് എനർജി, അതിൻ്റെ കോസ്മോ ചലനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി കഴിഞ്ഞാൽ ആ ശിവശക്തിയാണ് ഈ പ്രപഞ്ചം. ഞാൻ നിങ്ങളൊക്കെ ഉൾപ്പെട്ട ഒരു ശിവശക്തിയാണ് എല്ലാം. ഞാനും നിങ്ങളൊക്കെ ശിവശക്തിയാണ്. ഉള്ളിൽ ശിവനും പുറത്ത് പറയൂ ശക്തിയും. ഉള്ളിൽ ശിവനും ഈശ്വര സർവഭൂതാനം ഹൃദയം ഈശ്വരനാണ്. അതിൻ്റെ സെൻറ്റർ ഈശ്വരനാണ്, അതിൻ്റെ സെൻറ്റർ ശിവനാണ്. മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്? അപ്പം ആ ശിവലിംഗം എന്ന് പറയുന്നത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശിവനും ശക്തിയും ചേർന്നതാണ്. അങ്ങനെ ഈ പ്രപഞ്ച വ്യവസ്ഥ ചലിക്കുന്നു. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആരാധിക്കുന്നതെങ്കിൽ എന്തൊരു ബഹുമാനം ഉണ്ടായിരിക്കും. അല്ലാതെ ശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ രൂപത്തിലുണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ വിഡ്ഢികളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ശിവൻ ആ കല്ലിലുണ്ടെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല.
നിങ്ങൾ ഇതൊക്കെ ഉപനിഷത്തുക്കളെ നോക്കുമ്പോൾ പറയാം. ശിവം ആത്മനി പശ്യന്തി. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു മന്ത്രം? ഇത് ജാപാല ബിന്ദു ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉപനിഷത്തുണ്ടെങ്കിൽ ഉപനിഷത്തുക്കളുടെ പുസ്തകം, ഇപ്പം 108 ഉപനിഷത്തുകളുടെയൊക്കെ പുസ്തകം കിട്ടും നിങ്ങൾക്ക്. അതിൽ ജാപാല ബിന്ദു ഉപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അതിൽ 62ാമത്തെ ശ്ലോകം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ശിവം ആത്മനി പശ്യന്തി ന പ്രതിമ ന യോഗിന. ശിവൻ എന്ന് പറയുന്നത് ഒരു പ്രതിമയോ, ശിവൻ എന്ന് പറയുന്നത് ഒരു ഹിമാലയ സാനുക്കളിൽ ഇരിക്കുന്ന ഒരു തപസ്വിയല്ല. ശിവം ആത്മനി. പിന്നെന്തിനാണ് ഈ പ്രതിമ? നമുക്ക് ആ ശിവതത്വത്തെ മനസ്സിലാക്കാനുള്ളൊരു പ്രതീകമായിട്ടാണ് ഇതിന് വെച്ചിരിക്കുന്നത്, ആ ശിവലിംഗം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നല്ലതാണ്. ഏതായാലും ഇപ്രകാരം ഇവിടെ ഞാൻ ഇതൊക്കെ പറഞ്ഞത് പൃഥുവിന്റെ ചരിതം പറഞ്ഞപ്പോഴാണ്. പൃഥുവിന് ശേഷം പിന്നെ പുരഞ്ജന കഥ വരുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, കാരണം നമുക്കത് അത്രയും സമയം നമ്മുടെ കയ്യിലില്ല. നമ്മൾ നേരെ കടക്കുന്നത് പഞ്ചമസ്കന്ധത്തിലേക്കാണ്. അവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പിതൃപദേശം എന്ന് പറയും. ഒരച്ഛൻ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം. അപ്പൊ കഥ ഞാൻ പറയാം. നേരത്തെ ആദ്യം 3ാം സ്കന്ധത്തിലേക്ക് പോകണം. സ്വയംഭൂമനു ശതരൂപാദേവി, അവിടെ നിന്നാണല്ലോ തുടക്കം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സ്വയംഭൂമനുവും ശതരൂപാദേവിയും കല്യാണം കഴിഞ്ഞ് താമസിക്കാൻ ഭൂമിയെ കണ്ടില്ല എന്നൊക്കെയുള്ള കഥ പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടോ? പിന്നെ അവർ കല്യാണം കഴിച്ചു, 5 മക്കളുണ്ടായിരുന്നു ഒക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ട്. 3 പെൺകുട്ടികളും 2 ആണുങ്ങൾ. ഒരു ആൺകുട്ടിയായിരുന്നു ഉത്താനപാദൻ, അയാളുടെ കാര്യം ഇന്നലെ കഴിഞ്ഞു. ഇനി 2ാമത്തതാണ് പ്രിയവ്രതൻ എന്ന് പറയും. ആരാണ്? ഈ പ്രിയവ്രതന്റെ വംശത്തെയാണ് 5ാം സ്കന്ധത്തിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുത്രനായിട്ട് അഗ്നീന്ദ്രന്റെ പുത്രനായിരുന്നു ഋഷഭദേവൻ. ഭാരതത്തിൽ ഭരിച്ച ചക്രവർത്തിമാരിൽ വളരെ ഒരു പ്രഗത്ഭനായ മഹത് വ്യക്തിത്വമായിരുന്നു ഋഷഭദേവൻ. വളരെയധികം ആത്മീയത ഉൾക്കൊണ്ട, ആത്മീയതയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഒരു രാജ്യം ഭരിച്ച ആളായിരുന്നു ഋഷഭദേവൻ. ഈ ഋഷഭദേവന്റെ മൂത്ത പുത്രനായിരുന്നു ഭരതൻ. ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽക്കാണ് ഈ നാടിന് ഭാരതമെന്ന ഒരു അന്നത്തെ പേര് ഭാരതദേശമെന്നും ഭാരതഖണ്ഡം എന്നായിരുന്നു. എന്താണ്? ഭാരതഖണ്ഡം. അതാണ് പിൽക്കാലത്ത് ഈ ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും പൂജ ഭാരതഖണ്ഡേ എന്നുള്ള വാക്കുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും ഈ ശ്രാദ്ധമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മന്ത്രം പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഭാരതഖണ്ഡേ കലിയുഗേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മന്ത്രം തുടങ്ങുന്നത്. അപ്പൊ ഭാരതഖണ്ഡം എന്ന പേരിൽ ഈ രാജ്യത്തിന് പേര് വന്നത് ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഭരതന്റെ അച്ഛനായിരുന്നു ആര്? ഋഷഭദേവൻ. ആരാണ്? ഈ ഋഷഭദേവൻ മക്കളെ മോൾഡ് ചെയ്തെടുക്കുക. അവർക്ക് കൊടുത്ത കൗൺസിലിംഗ് ആണ് പഞ്ചമസ്കന്ധത്തിൽ 5ാമോധ്യായത്തിലുള്ളത്. ഗംഭീരമാണ്. ഒരു കുട്ടികൾക്ക് എന്ത് ഗൈഡൻസ് ആണ് കൊടുക്കേണ്ടതെന്ന് ഈ 5മസ്കന്ധത്തിൽ 5ാമോധ്യായത്തിൽ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നത് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ചൊന്ന് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പല പ്രലോഭനങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, പല സൈലന്റ് പ്രേമങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കുറേ കഴിഞ്ഞ് പിന്നീട് ദുഃഖിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഒരു ലൈഫ് അവെയർനെസ് ഇത് കൊടുത്ത മഹാനാണ്, പിതാവാണ് ആര്? ഋഷഭദേവൻ. പലപ്പോഴും രക്ഷിതാക്കളുണ്ടല്ലോ, കുഞ്ഞുങ്ങളായാൽ അതിനെ കുറെ ചീത്ത നോക്കും. എന്തൊരു കഷ്ടം ഈ കുട്ടികളെ ട്യൂഷനും സ്കൂളിലും അല്ലാതെ എന്താ ഒരു അറിവ് കുട്ടികൾക്കുണ്ടോ? അപ്പൊ അത് സൊസൈറ്റിയിൽ നിന്ന് വേണ്ടാത്തതൊക്കെ കേട്ടും പഠിച്ചും വളരുമ്പോഴാണ് കുട്ടികൾ പലപ്പോഴും ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ കുട്ടികൾ ഇന്ന് ബ്രെയിൻ വാഷ്ഡ് ആണ്. അവർക്കറിയില്ല എന്താ കാര്യങ്ങൾ എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, നിങ്ങളൊക്കെ ബ്രെയിൻ വാഷ്ഡ് ആണ് അത്രയും കാര്യം. അപ്പൊ നിങ്ങളെ ഒരു മാർക്കറ്റിംഗ് ഒരാൾ വല്ലാതെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞാൽ നിങ്ങൾ വീഴുമോ? എന്താ ഒന്നും വേണ്ടാത്തത്? നിങ്ങൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ തരാന്ന് പറഞ്ഞിട്ട് വീണുപോയ ആൾക്കാരല്ലേ കേരളത്തിലെ പകുതി എണ്ണം. ഇന്നിപ്പോൾ അതിന്റെ പിന്നാലെ പകുതിയില്ല, സ്കൂട്ടറും ഇല്ലാത്തൊരവസ്ഥ കാണുന്നില്ലേ നിങ്ങൾ പത്രത്തിൽ? ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ തരത്തിൽ കുറെ പൊട്ടന്മാരായിട്ട് മനുഷ്യന്മാര് എന്തെങ്കിലും കിട്ടുന്നതല്ലേ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആർത്തി പൂണ്ട്, പക്ഷെ കയ്യിലുള്ളതും കൂടെ. ഇതിനെക്കുറിച്ചൊരു തമാശ പറയും. ഒരിക്കലും ഇങ്ങനെ ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് താഴെ 500ന്റെ 2 നോട്ട് കിടക്കുന്നുണ്ട്.
അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ആരുടെയോ കയ്യിൽ നിന്ന് വീണതാണ്, പോക്കറ്റിൽ നിന്ന് വീണതാണ്. അപ്പൊ ഇദ്ദേഹത്തിനത് കള്ളത്തരം, ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ആർത്തി, കാലിന്റെ വിരലുകൊണ്ട് അതിനെ എടുത്തിട്ട് പതുക്കെ കയ്യിലെടുത്തപ്പം തൊട്ടടുത്ത നിൽക്കുന്ന ആളൊരു തട്ട് കെട്ടിയിട്ട് പറഞ്ഞു, ഞാൻ കണ്ടു എന്ന്. ഞാൻ കണ്ടക്ടറോട് പറയുന്നത്. അപ്പൊ ഈ എടുത്തവൻ പറയാൻ 50-50 എന്ന്. കട്ടതിന്റെ പകുതി നിനക്ക് തരാം. അവനൊരു 500 കിട്ടി. എന്നിട്ട് അവൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയും ചെയ്തു. കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ 1000 പോയത്. സ്വന്തം പോക്കറ്റിലെ 1000 രൂപ താഴെ പോയിട്ട് അത് കള്ളനെ പോലെ എടുത്ത് അതിൽ 500 കൊടുക്കേണ്ട ഒരുത്തന്റെ ഗതികേട് പോലെയാണ്. ഈ സ്കൂട്ടറും ഇല്ല, കൊടുത്ത പൈസയില്ല. ഇപ്പൊ ആ റോഡിൽ കൂടെ തെക്കും വടക്കും, മനസ്സിലായില്ലേ? അപ്പോ പോട്ടെ, വിഷയം വിടും. അപ്പൊ ഇവിടെ ഋഷഭദേവൻ മക്കളെ ഗൈഡ് ചെയ്യാണ്. എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഒന്ന് തുടങ്ങാം നമുക്ക്. ജസ്റ്റ് സമയം പോയി, വായിക്കാനോട്ട് സമയം അനുവദിക്കുന്നില്ല. അപ്പോ ഒന്ന് ജസ്റ്റ് തുടങ്ങി വെക്കാം നമുക്ക്. 5-ാം സ്കന്ധത്തിലെ 5-ാമതേ. നായം ദേഹോ ദേഹപാജം ദ്രലോകേ കഷ്ടാൻ കാമാനർക്കതേ വിഡ്ഭുജം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേ തസ്മൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം മഹത്സേവാദ്വാരമാകുർ വിമുക്തേ തമോദ്വാരം യൂഷിതം സംഖ്യസംഘം മഹാന്തസ്തേ സമചിത്താ പ്രശാന്ത വിമന്യവ സുഗത സാധവോയേ. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെയാണ് എടുക്കുന്ന, സമയത്തിന്റെ കുറവ് കൊണ്ട്. പരാഭവത്താവതവബോധജാതോ യാവന്ന ജിജ്ഞാസദാത്മതത്വം യാവത് ക്രിയാ താവതിദം മനോവൈ കർമാത്മകം യേന ശരീരബന്ധം. തുടങ്ങിയിട്ടുള്ള വരികളുണ്ട്. എന്താ പറയുന്നത്? ആദ്യം തന്നെ പറയുന്നത്, കുട്ടികളെ, ജീവിതം മുന്നോട്ട് പോകും തോറും അനന്തം സുഖം, ബ്രഹ്മസുഖം ഉള്ളതാക്കി മാറ്റണം. ജീവിതത്തിന്റെ സുഖം വർദ്ധിപ്പിക്കണം. ജീവിതത്തിന്റെ സുഖം നമുക്കറിയാം. മുന്നോട്ട് പോകുന്ന ഒരു സുഖമല്ല വർദ്ധിക്കുന്നത്, ടെൻഷനും സ്ട്രെസ്സും വളരെ ഹെൽത്ത് ഇഷ്യൂസും അതും ഇതൊക്കെയാണ്. ആണോ അല്ലയോ? ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചത്, വായിച്ചത് നമ്മുടെ ഇപ്പം ഇതിന്റെ പ്രീവിയസ് നമ്മുടെ എന്താണ് നമ്മുടെ ചെയർമാൻ ആരാണ്? ശ്രീ സോമനാഥ് ജി, നമ്മുടെ ISRO ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂ കാണായിരുന്നു. അപ്പം അതിൽ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് ക്യാൻസർ ചികിത്സയിലൂടെ കടന്നുപോയിരുന്നു. ഇപ്പോൾ ഒരു ലോഞ്ചിങ് സമയത്ത് കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് പോയതാണ് ഹെൽത്തിൽ. പക്ഷേ എന്തോ ഒരു ദൈവാധീനം കൊണ്ട് അദ്ദേഹം, ഡോക്ടർ ഒട്ടും പറഞ്ഞു പോകരുത്, ഇത്തിരി പ്രോബ്ലം ഉണ്ട്, നിങ്ങൾക്ക് യാത്ര ചെയ്യരുതെന്ന്. പക്ഷെ ഞാനത് വകവെച്ചില്ല. കാരണം രാഷ്ട്രത്തിൻ്റെ ഒരു അഭിമാനമായ ലോഞ്ചിങ് നടക്കുകയാണ്. അതിലവിടെ നിന്നേ പറ്റൂ, പോയേ പറ്റുള്ളൂ എന്നുള്ള മനോബലത്തിൽ ഞാൻ പോയി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വശത്ത് ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോഴും വേറൊരു വശത്ത് മനോബലം എന്ന ട്രീറ്റ്മെൻറ്റ് നടത്താൻ മറക്കരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ടോക്കിൽ അദ്ദേഹം പറയുന്നത്. ആ മനോബലത്തിന് ഈ രോഗത്തെ അതിവർത്തിക്കാനുള്ള വലിയൊരു ശക്തി ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം ഈ മനോബലം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കുട്ടികളിൽ വളരെ കുറഞ്ഞു വരികയാണ്. ഇവിടെയാണ് പറയുന്നത്, ഈ മനോബലം, മനസ്സിന്റെ സുഖം കുട്ടികളെ വർദ്ധിപ്പിക്കണം. പറയുന്നത് എന്താണ്? ബ്രഹ്മസൗഖ്യം അനന്തം. മുന്നോട്ട് പോകുന്തോറും ജീവിതത്തെ സൗഖ്യമുള്ളതാക്കണം. എന്താണ് സൗഖ്യം? അപ്പൊ അതിനറിയണം എന്താണ് സൗഖ്യം ഉണ്ടാവണമെങ്കിൽ. മഹത്സേവാദ്വാരം, അതിനാണ് നമ്മൾ സത്സംഗവും സാധനയും വേണ്ടത്. അപ്പൊ ഇവിടെ ഈ മഹത്സേവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹത്സേവ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്സംഗം. എന്താണ് ഈ സത്സംഗം? അറിവ് നീര്. എന്താണ് അറിവ്? ജീവിതം എന്ന് പറയുന്നത് മനസ്സാണ് ജീവിതം, മനസ്സുകൊണ്ടാണ് ജീവിതം, മനസ്സിലൂടെയാണ് ജീവിതം. മനസ്സില്ലെങ്കിൽ എന്തില്ല? ജീവിതമില്ല. അപ്പം മൈൻഡ് ഈസ് ലൈഫ് നമ്മൾ പഠിക്കണം. മനസ്സാണ് ജീവിതം. അതുകൊണ്ട് മനസ്സ് പോസിറ്റീവായാൽ മാത്രമേ, സ്ട്രോങ് ആയാൽ മാത്രമേ ജീവിതവും
സ്ട്രോങ് ആവണം. ഇപ്പം നമ്മൾ അങ്ങനെയല്ല കരുതുന്നത്. നമ്മൾ വിചാരിക്കുന്നത് സൗകര്യങ്ങൾ കൂടുക, സമ്പത്ത് കൂടുക, അതൊക്കെയാണ് മനുഷ്യൻ ജീവിതത്തിന് അടിസ്ഥാനമായിട്ട് നോക്കുന്നത്. അതല്ലേ കുറേ ആളുകൾ സ്വർണം കടത്താനൊക്കെ പോയത്, അല്ലേ? എത്ര കടത്തിയിട്ട് കുറേ ആൾക്കാർ കടത്തിയവരൊന്നും അഡ്രസ്സേ ഇല്ല. നിങ്ങളൊന്ന് പഠനം നടത്തി നോക്കൂ. ഈ കേരളത്തില് നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾ കേൾക്കാറുണ്ട്, നാളെ കാലത്ത് 10 മണിക്ക്, നാളെ കാലത്ത് 10 മണിക്ക്, നാളെ കാലത്ത് 10 മണിക്ക് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾ പരീക്ഷിക്കൂ, നിങ്ങളിൽ ആരാണ് ഭാഗ്യവാൻ എന്നൊക്കെ കേൾക്കാറില്ലേ? ഇങ്ങനെയൊക്കെയുള്ള അഡ്വർടൈസ്മെന്റ് കേട്ടിട്ടില്ലേ? അപ്പൊ എത്ര ആഴ്ച ഈ 10 മണിക്ക് എത്ര ആൾക്കാർ ഭാഗ്യവാന്മാരായിട്ടുണ്ടാവണം? വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ ഒരു 100 കണക്കിന് ആൾക്കാരുണ്ടാവണ്ടേ? ഉണ്ടാവുമോ? എല്ലാ ആഴ്ചയിലും നാളെ 10 മണിക്ക്, നാളെ 10 മണിക്ക്, നാളെ 10 മണിക്കല്ലേ? ആണോ? കോടീശ്വരന്മാരുണ്ടാവണ്ടേ? എന്താ ഒന്നും ഇണ്ടാത്തത്? വെറുതെ കിട്ടുന്ന പണം. പക്ഷെ ഇതിന്റെ ഒരു പഠനം പറയുന്നത് 1% പോലും ലോട്ടറി അടിച്ചത് നന്നായിട്ടില്ല. 1% പോലും. കാരണം ഇവന്റെ കയ്യിലുള്ള പൈസ എങ്ങനെങ്കിലും അന്യാധീനമായി പോയിട്ടുണ്ടാവും. ഒരു വാസ്തവം, അർഹിക്കാത്തതൊന്നും കയ്യിൽ നിൽക്കില്ല. സത്യമല്ലേ ഇത്? അർഹിക്കാത്തതൊന്നും എന്താ മിണ്ടാത്തത്? നിങ്ങള് കയ്യിൽ നിൽക്കില്ല. അർഹിക്കാത്തത് കയ്യിൽ നിൽക്കില്ല. മനസ്സിലായി? ഇനിയിപ്പോ കയ്യിലത് നിന്നാൽ പോലും അത് നിലനിർത്താൻ പറയൂ ബുദ്ധിമുട്ടാണ്. എത്ര സ്വർണം കടത്തി, മുഖ്യമന്ത്രിയെ പോലും കൂട്ടുപിടിച്ചിട്ട് കടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ സ്വർണവുമില്ല, ഒന്നുമില്ല. ആണോ? പത്രത്തിലൊക്കെ വളരെ ഗംഭീര വാർത്തകളായിരുന്നില്ലേ? പുട്ടും കുറ്റിയുടെ ഉള്ളിൽ കൂടെ കടത്തണു, പിന്നെ കോൺസുലേറ്റ് വഴി കടത്തുന്നു, പല രീതിയിൽ കടത്തണു, കുക്കറിൻ്റെ ഉള്ളിൽ കൂടെ കടത്തണു. കടത്തി എന്തൊക്കെ സാധനങ്ങളിലോട് കൂടെ കടത്തിയത്. ശരീരത്തിൽ കടത്തുന്നത് വേറെ കാര്യം, അത് വേറൊരു ഭാഗം. ഇതൊക്കെ കടത്തിയവരൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? അപ്പം അർഹിക്കാത്തതൊന്നും അവർക്ക് പറയൂ കയ്യിൽ നിൽക്കില്ല, പ്രയോജനപ്പെടില്ല. അപ്പം ഏറ്റവും വലിയ സമ്പത്ത് തൻ്റെ തന്നെ മനസ്സാണ്. പോസിറ്റീവ് മൈൻഡ് ഈസ് ദ ഹയസ്റ്റ് വെൽത്ത് ഇൻ മൈ ലൈഫ് എന്ന് പഠിക്കേണ്ടി. എ ഡിവൈൻ മൈൻഡ്, ഒരു ബ്ലെസ്ഡ് മൈൻഡ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് പ്രീഷ്യസ് വെൽത്ത് ഇൻ ദിസ് വേൾഡ്. മൈൻഡിനേക്കാളും സമ്പത്തുള്ളത് വേറൊന്നും ഇല്ല. കാരണം നല്ല മനസ്സുണ്ടെങ്കിലേ നല്ല ജീവിതമുള്ളൂ. നല്ല മനസ്സില്ലെങ്കിൽ ഏതുമില്ല, ജീവിതമില്ല. അപ്പൊ ഞാൻ പ്രഷ്യസ് ആക്കാൻ നോക്കേണ്ടത് ഏതിനെയാണ്? ഡിവൈൻ ആക്കാൻ നോക്കേണ്ടത് ഏതിനെയാണ്? അതാണ് കുട്ടികളോട് മഹസേവാദ്വാരമാകൂ. മനസ്സ് എത്ര കണ്ട് സ്ട്രോങ് ആവുന്നുണ്ടോ, മൈൻഡ് എത്ര കണ്ട് പ്യൂരിഫൈ ചെയ്യുന്നുണ്ടോ, മൈൻഡ് എത്ര കണ്ട് ഡിവൈൻ ആകുന്നുണ്ടോ, ജീവിതവും അത്രയും ബ്ലെസ്ഡ് ആണ്. നിങ്ങൾക്ക് ജീവിതം നന്നാക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഇംപ്രൂവ് യുവർ മൈൻഡ്. ജീവിതം കുറേയും കൂടി നിങ്ങൾക്ക് സന്തോഷമുള്ളതാക്കണമെന്നുണ്ടോ? മേക്ക് യുവർ മൈൻഡ് സ്ട്രോങ്ങർ. വേറെ വഴിയില്ല. ബാക്കി എന്ത് എൻവയറമെന്റ് തന്നാലും, എന്ത് സൗകര്യം തന്നാലും, അസ്വസ്ഥമായ മനസ്സിന് ജീവിതം ആസ്വദിക്കാൻ പറയൂ സാധിക്കില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സത്യസന്ധമായി നോക്കൂ, സ്വയം നോക്കൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നോക്കുന്നതാണ്. പഴയ കാലത്ത് ചാണകം മെഴുകിയ തറകൾ വീട്ടിലായിരുന്നു, ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള വീടുകൾ താമസിച്ചവരുണ്ട് ഇവിടെ. ചാണകം മെഴുകി, ഇല്ലേ? പഴയ കാലത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരുക, ഒരുപാട് ടോയ്ലറ്റിൽ 1/2 കിലോമീറ്റർ പോകണം, ഒന്നും അറ്റാച്ച്ഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മമാരാണെങ്കിൽ പ്രസവിച്ചുകൊണ്ടേയിരിക്കണം, ഇല്ലേ? ആണുങ്ങളൊക്കെ ആണെങ്കിൽ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ. എല്ലാ വർഷവും ഒരു 10-12 കുട്ടികൾ, ഒരു 5-6 കുട്ടികൾ മിനിമം ഉണ്ടാവില്ല ഈ വീടുകളിൽ. ഉണ്ടാവില്ലയോ? ദാരിദ്ര്യം കഴിക്കാനുണ്ടെങ്കിലും പ്രസവത്തിന് ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അന്ന് സമ്പന്നരായിരുന്നു അവരൊക്കെ പ്രസവത്തിൽ. കാലം അങ്ങനെയായിരുന്നു, പഴയ കാലം, അല്ലേ? ആണോ? ആ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ച സ്നേഹവും സന്തോഷവും സൗഹൃദവും ഇന്ന് നോക്കൂ. എല്ലാം അറ്റാച്ച്ഡ് റൂമുണ്ട്, നല്ല ഫ്ലോറിംഗ് ഉണ്ട്, നല്ല ഒരിക്കലും മടക്കി വെക്കേണ്ടതില്ലാത്ത കിടക്കുണ്ട്. ഡള്ളപ്പ് അങ്ങോട്ട് കിടന്നാൽ മതി.
ഈ സാധനങ്ങൾ സോഫ്റ്റ് ബെഡ് ഉണ്ട്, മനസ്സിലായില്ലേ, മേലൊന്നും കുത്തിത്തറക്കില്ല, എന്നാ ഉറക്കത്തിന്റെ പൊടി കിട്ടണില്ലല്ലോ. അന്ന് എവിടെ കിടന്നാലും ഉറങ്ങുമായിരുന്നു. അന്ന് വയറിന് അസുഖം കുറവായിരുന്നു. ഇന്ന് മനുഷ്യന് സൗകര്യം കൂടിയപ്പോൾ മനുഷ്യന്റെ ജീവിതം ഉയരുകയല്ലേ ചെയ്തത്? പറയൂ. സ്നേഹബന്ധങ്ങള് അന്ന് കുറെ എണ്ണം വീട്ടിലുണ്ട്. സ്നേഹം കൂടുതലാണ്. അടി ഇടി ബഹളമൊക്കെ ഉണ്ടെങ്കിലും സ്നേഹത്തിന് അത്രയൊരു തീവ്രത ഉണ്ടായിരുന്നു. ആണോ? ഒരുമിച്ചുള്ള നാമം ജവല്ലലും ഒക്കെ ഇടുന്നൊരു രസമായിരുന്നു അത്. ഒരു ചാൻസും കൂടി നിങ്ങൾക്ക് അങ്ങനെ തരികയാണെങ്കിൽ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ഡെവലപ്ഡ് വീട് വേണമെന്ന് പറയോ പഴയത് വേണമെന്ന് പറയോ നിങ്ങൾ? ഞാൻ പഴയത് ഓപ്റ്റ് ചെയ്യുള്ളൂ. കാരണം വന്ന് അതാണ് രസം, അതാണ് ജീവിതം. അവിടെ ജീവിതമുണ്ട്. ഇന്ന് ഷോ ആയി മാറി. ഇന്നെല്ലാം ഒരു ആണോ അല്ലയോ? കംപ്ലീറ്റ് ഷോ ആണ്. നമുക്കറിയില്ല ആത്മാർത്ഥത എന്ന്. നോക്കൂ, നിങ്ങൾ എത്ര പ്രേമിച്ച് എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഓരോ കല്യാണങ്ങൾ നടക്കുന്നത്, മനസ്സിലായില്ലേ? അതൊക്കെ ഒരു മാസം കഴിയുമ്പോഴേക്കും പോയതിനേക്കാളും സ്പീഡിലാണ് തിരിച്ചു വരുന്നത്. അറ്റ്ലീസ്റ്റ് അല്ല, ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ, എവരി ആക്ഷൻ വിൽ ഫോളോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതല്ല, ഓവർ റിയാക്ഷൻ ആണത്. ഈക്വൽ റിയാക്ഷൻ അല്ല, ഓവർ റിയാക്ഷനിലാണ് പോകുന്നത്. ആക്ഷനേക്കാളും ഓവർ റിയാക്ഷൻ ആണോ അല്ലയോ? പറയും നിങ്ങൾ. അപ്പൊ എവിടെയാണ് മനുഷ്യൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെയാണ് പഠിക്കുന്നത്. ഇഫ് മൈൻഡ് ഈസ് ഇംപ്രൂവ്ഡ്, ലൈഫ് ഈസ് ഇംപ്രൂവ്ഡ്. ഇഫ് മൈൻഡ് ഈസ് ഡിവൈൻ, ലൈഫ് ഈസ് ഡിവൈൻ. ഇഫ് മൈൻഡ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ്, ദ ലൈഫ് ഈസ് ദ ഹാപ്പിയസ്റ്റ്. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കണമെങ്കിൽ അതിന് ചില ട്രെയിനിങ്, പരിശീലനം നമുക്ക് ആവശ്യമാണ്. ഇതാണ് ഋഷഭദേവൻ പറഞ്ഞു കൊടുക്കുന്നത്.